ഏത് സദസ്സിൽ ആര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണോ ഉത്തരം നൽകുന്നത് എന്ന് പറയാൻ കഴിയില്ല. നാം മനസ്സിലാക്കാത്ത അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുള്ള തെറ്റുകുറ്റങ്ങളൊന്നും എഴുതപ്പെടാത്ത ബുദ്ധിക്കും വിവേകത്തിനും കുറവുള്ള നല്ല മനുഷ്യരുണ്ടാകും പല സദസ്സിലും. അവർക്കൊരു കുറ്റവും രേഖപ്പെടുത്തപ്പെടുകയില്ല. തക്ലീഫില്ലാത്തത് കൊണ്ട് ബുദ്ധി അവർക്കില്ല. ഒരു നിർബന്ധമായ കർമ്മമോ സുന്നത്തമായ കർമ്മമോ അവരോട് കൽപ്പിക്കപ്പെടാൻ കഴിയില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ മതി നമ്മുടെ ഈ സദസ്സിന്റെ സ്വീകാര്യതയ്ക്ക് കാരണമാകാം. അതുകൊണ്ട് എല്ലാ നല്ല മജ്‌ലിസുകളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ എല്ലാ സദസ്സുകളിലും ഇരുന്ന് ദുആയിൽ സംബന്ധിച്ച് ഉപദേശങ്ങളൊക്കെ കേട്ട് ഇൽമ് പഠിക്കാൻ വേണ്ടി വന്നവരാണ് നാം. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും തീരാത്തതാണ് ഇൽമ് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഇൽമ് നൽകപ്പെട്ടത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അന അഅലമുക്കും ബില്ലാഹ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം അറിവുള്ളവൻ ഞാനാണ് എന്ന് അവിടുന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഹത്വം ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു. അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ മനസ്സ് അറിവ് കൊണ്ട് നാം വിശാലമാക്കി തന്നില്ലയോ? എല്ലാ അറിവുകളും പൂർവികരുടെയും പിൽക്കാലക്കാരുടെയും ഇനി ലോകത്ത് ഏതെല്ലാം വിദ്യാഭ്യാസ വിചക്ഷണർ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടോ അതിന്റെ എല്ലാം അറിവുകളും നൽകപ്പെട്ട ഏക വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അല്ലാഹുവിന്റെ ആജ്ഞ വഖുർ റബ്ബി സിദ്നി ഇൽമാ, തങ്ങൾ പറയണം റബ്ബി സിദ്നി ഇൽമാ എന്ന ദുആ നടത്തണം. എത്ര ഇൽമാ നൽകപ്പെട്ടത് അത് അളക്കാൻ കഴിയില്ല. ആ ഇൽമിന്റെ പ്രവിശാലമായ ലോകം മുഴുവനായി ഒപ്പിയെടുക്കാൻ ലോകത്താർക്കും കഴിയില്ല. ഏറ്റവും അധികം അതിന് ഭാഗ്യം സിദ്ധിച്ചവരാണ് മഹാന്മാരായ സ്വഹാബിമാർ. അവിടുത്തെ മൊഴിമുത്തുകൾ വിജ്ഞാന സമുദ്രത്തിൽ നിന്ന് മതി വരുവോളം വിദ്യ നുകർന്നവരാണ്. അവരെ പോലെ ഭാഗ്യമുള്ള ആരും ലോകത്ത് വേറെയില്ല. പക്ഷെ എത്രയാണ് ആ അറിവുകളുടെ കണക്ക് എന്ന് തിട്ടപ്പെടുത്താൻ ആർക്കും കഴിയില്ല. എന്നിട്ടും അല്ലാഹു തആല പറഞ്ഞു റബ്ബി സിദ്നി ഇൽമാ, തങ്ങൾ ചോദിക്കണം എനിക്ക് നീ ഇൽമ ഏറ്റിത്തരണം. നമുക്ക് അറിവ് കൂടുതലാകണം. ഓരോ ദിവസവും കണ്ട് ഓരോ അറിവ് കൂടുതലായി പഠിക്കണം. മുസ്ലിമായ ആണിനും മുസ്ലിമത്തായ പെണ്ണിനും അറിവ് തേടിപ്പഠിക്കൽ നിർബന്ധ ബാധ്യതയാണ്. അറിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സങ്കടമാണ് സഹോദരങ്ങളെ, വേണ്ട അറിവുകളൊന്നും ആളുകൾക്കില്ല. യഥാർത്ഥത്തിൽ നാം അറിയേണ്ട എന്തെല്ലാം അറിവുകളുണ്ട്. അറിവ് യഥാർത്ഥത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാഹ്യതലത്തിലുള്ള പ്രവർത്തനങ്ങൾ വീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും. ഒന്നും വേണ്ട. ഒരാളുടെ 2 റക്അത്ത് നിസ്കാരം കണ്ടാൽ അറിയും എത്രമാത്രം അയാൾക്ക് പരിജ്ഞാനമുണ്ട്. ദീനിനെ കുറിച്ച് എത്ര അറിവുണ്ട് എന്നുള്ളത് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അറിയും. ഇനിയും കൂടുതൽ അയാൾക്ക് നിസ്കാരത്തിൽ മനസ്സിലാകുന്നില്ലേ? ഒരു ഖുർആൻ കയ്യിലെടുത്ത് കൊടുത്ത്
ഏറ്റവും വലിയ ഇൽമല്ലേ ഖുർആനോത്ത് പഠിക്കുന്ന ഇൽമ്. തെറ്റുകൂടാതെ എന്നും പാരായണം ചെയ്യൽ സുന്നത്തുള്ള ഒരു സൂറത്തായിക്കോട്ടെ, പരിചയമില്ലാത്തൊന്നും വേണ്ട. ഒരു സൂറത്ത് യാസീനോ, തബാറക്ക സൂറത്തോ, ഇദാവക്കായത്തിയോ ഏതെങ്കിലും ഒന്ന് ഓദിപ്പിക്കുക. ഒരു തെറ്റും കൂടാതെ ഓതാൻ കഴിയുന്ന ആളുകൾ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടത്തിലേക്കാണ് സൂചന തരുന്നത്. സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ അറിവ് കുറവാണ്. സൗകര്യങ്ങൾ അല്ലാഹു തആല കൂടുതൽ തന്ന് നമുക്കാണ്, പക്ഷെ നന്ദിബോധം കുറവുള്ളതും നമുക്ക് തന്നെയാണ്. നമുക്ക് എത്ര സൗകര്യങ്ങളാ തന്നത്. നമ്മുടെ ഉപ്പാപ്പമാരും പൂർവികരും കാണാത്ത, അല്ലെങ്കിൽ അവരെ സ്വപ്നത്തിൽ ഉദിക്കാത്ത അത്രയും സംവിധാനങ്ങൾ അല്ലാഹു നൽകി. പഴയ കാലങ്ങളിലൊക്കെ എത്ര പ്രയാസമായിരുന്നു പല കാര്യങ്ങളും നിർവഹിക്കാൻ. കുറഞ്ഞ കാലം മുമ്പ്, ഒരു 19 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ മെഷീനുകൾ കുറവായിരുന്നു. എല്ലാറ്റിനും എന്തെങ്കിലുമൊക്കെ ഒരു തേങ്ങ ചതച്ച് അരച്ച് അത് കറിയിലേക്കോ മറ്റോ ചേർക്കണമെങ്കിൽ പുറത്തുണ്ടാകും. വീടിന്റെ എല്ലാവരുടെയും പുറത്ത് അമ്മിയും അമ്മിക്കുട്ടിയും. ഇവിടെ അമ്മി തന്നെ പറയാ, അല്ലെ വേറെന്തോ പറയാ? കള്ളുകുട്ടിയോ? സുബ്ഹാനല്ലാഹ്. സംഗതി മനസ്സിലായില്ലേ? എല്ലാ വീടിനെയും പുറത്ത് ഇപ്പൊ അത് കാഴ്ചക്ക് വെച്ചിരിക്കുകയാണ്, കണ്ണീറിട്ടായിരിക്കാൻ. ഉപകാരം നടക്കുന്നില്ലല്ലോ. കാരണം കറണ്ട് പോയാൽ അപ്പുറത്ത് വേറെ സംവിധാനം വേറെ ഉണ്ട്. അപ്പൊ കറണ്ട് പോകൂലല്ലോ. കറണ്ട് പോയാൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ സംവിധാനം ഉണ്ട്. അതിൽ ഈ ചെറിയ മെഷീനുകളൊക്കെ വർക്ക് ചെയ്യും. ഇതൊരു കാഴ്ച വസ്തുവായി വെച്ചിരിക്കുക. മുമ്പ് അതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ വേവിക്കുന്ന അരി, ധാന്യം, അത് ഭക്ഷിക്കാൻ യോഗ്യമായോ എന്ന് നോക്കുന്നത് ഒരു കയ്യിലെടുത്ത് ഇങ്ങനെ കോരിയിട്ട് ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ സ്പർശിച്ചു നോക്കും. പാകമായിട്ടുണ്ടോ, വേവായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വീണ്ടും കത്തിക്കും. ഇന്നതിന്റെ ആവശ്യം എന്താ? ഇന്ന് വിസിലിങ്ങനെ എണ്ണിയാൽ മതി. 1, 2, 3. പാകായി, ഇനി ഭക്ഷിക്കാം. എത്ര സൗകര്യങ്ങളാണ് അല്ലാഹു നൽകിയത്. ഇനി വസ്ത്രങ്ങളൊക്കെ ഒന്ന് അലക്കി ശരിയാക്കാൻ അവിടെ ഉണ്ടാകും ഒരു കല്ല് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഒക്കെ മെഷീനിലിട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യല്ലേ. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് വരെ അലക്കിയെടുക്കാൻ പ്രയാസല്ലേ. അതിന്റെ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി. എത്ര സംവിധാനങ്ങളാണ് അല്ലാഹു നൽകിയത്. സംവിധാനങ്ങളൊക്കെ തരും, പക്ഷേ പടച്ച റബ്ബ് പറഞ്ഞു ഖലീലമ്മാ തഷ്കുറൂൻ വലഖദ് മക്കന്നാകും ഫിൽ അർളി. ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഞാൻ തന്നു. ഒരുപാട് സംവിധാനങ്ങൾ തന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. ആ ഭൂമിയിൽ നിങ്ങൾക്ക് ഉപജീവന മാർഗങ്ങൾ വ്യത്യസ്തമായത് ഒരുക്കി തന്നു. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ജോലി ചെയ്യാത്ത എത്ര പുതിയ ജോലികൾ വന്നു, എത്ര പുതിയ തൊഴിൽ സംവിധാനങ്ങൾ വന്നു, എത്ര ഉപകരണങ്ങൾ ലോകത്ത് വന്നു. AC ഒന്നും പഴയ കാലത്തില്ലല്ലോ. പിന്നെ AC വന്നു, AC മെക്കാനിക്ക് വന്നു. അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ സംവിധാനം പഴയ കാലത്തില്ല, അത് വന്നു. അതിന്റെ ഒരു ടെക്നീഷ്യൻ വേറെ വന്നു. സംവിധാനങ്ങൾ അധികരിക്കുമ്പോ തൊഴിലും അധികരിക്കുകയാണ്. ഇതൊക്കെ തന്നെങ്കിലും ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നത് വളരെ കുറവാകുന്നു. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദിബോധത്തോടെ ജീവിക്കുന്നുള്ളൂ. ഏറ്റവും വലിയ നന്ദി ദീന് അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങലാണ്. സംവിധാനങ്ങൾ മുന്നിലുണ്ട്. ഓരോ ദിവസവും അറിവ് വർദ്ധിക്കണം. അല്ലാഹു നമുക്ക് ഓരോ ദിവസവും അറിവ് അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അറിവിന്റെ വർധനവ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കണം. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയണം, പഠിക്കണം. പഠിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് നീങ്ങണം. ഇന്നത്തെ അറിവാകരുത്
നാളത്തെ അറിവ് പത്രം വായിച്ചിട്ട് മാത്രമുള്ള അറിവല്ല ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ദീനുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായും കർമ്മപരമായും ആത്മീയപരമായും നമ്മൾ അറിഞ്ഞാൽ തീർക്കാൻ കഴിയാത്തൊരു അറിവിന്റെ ലോകമുണ്ട്. അത് പരലോകത്തെ കുറിച്ചുള്ള അറിവാണ്. ഇൽമുൽ ആഖിറ, പരലോകത്തെ കുറിച്ചുള്ള അറിവ്. അത് ഭൗതിക ശാസ്ത്രജ്ഞന്മാരൊന്നും ചർച്ച ചെയ്യാത്തതാണ്. ഭൗതിക ശാസ്ത്രജ്ഞന്മാര് അവര് പണ്ഡിതന്മാര് തന്നെയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ അവർക്ക് വിവരമുള്ളത് കൊണ്ട്. പക്ഷേ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ പരലോകത്തെ കുറിച്ചുള്ള അറിവ് അവർക്ക് തീരെയില്ല. പരലോകത്തെ കുറിച്ചുള്ള അറിവ് എത്രമാത്രം പഠിക്കാനുണ്ട്. ഒരു മനുഷ്യൻ ഖബറിലെത്തിയാൽ എന്തെല്ലാം അറിയാനുണ്ട്. മരണാനന്തര ജീവിതമാണല്ലോ യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തെ കുറിച്ചാണ് ധാരാളം അറിയാനുള്ളത്. പരലോകത്ത് സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് ഒരുപാട് പ്രയാസഘട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു ഘട്ടമാണ് നമ്മുടെ കർമ്മരേഖ വിതരണം ചെയ്യുന്ന കിതാബിന്റെ വിതരണം നടക്കുന്ന ഘട്ടം. വലിയ പ്രതിസന്ധിയുള്ള ഘട്ടമാണ്. പിന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസഘട്ടമാണ് ചെയ്ത അമലുകളൊക്കെ വെച്ചൊന്ന് മീസാനിൽ തൂക്കുന്ന നേരം. നമ്മളാരും ചിന്തിച്ചിട്ടില്ലാത്ത മീസാനാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ തൂക്കുന്ന ടെക്നിക്ക് തൂക്കലുകളുണ്ട്, ഉപകരണങ്ങളുണ്ട്. പക്ഷേ അമല് തൂക്കുന്നൊരു മീസാന് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, അതിന് സംസാര ശേഷിയുണ്ട്. ആ ത്രാസിന്, ആ മീസാനിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. സംവിധാനങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അവിടെ തൂക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് കൃത്രിമം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മളല്ലല്ലോ നമ്മുടെ അമല് തൂക്കുന്നത്. ഒരു തെറ്റും ഒരിക്കലും ചെയ്യാത്ത മഅസൂമീങ്ങളായ മലക്കുകളാണ്. നമ്മെ ആരെയും ആ കൃത്യം അല്ലാഹു ഏൽപ്പിക്കുന്നില്ല. കൃത്യമായും ഡ്യൂട്ടി ചെയ്യുന്ന അവരാണ് ആ തുലാസിലിട്ട് തൂക്കുന്നത്. അത് തൂക്കുമ്പോഴേക്ക് മനുഷ്യന്റെ അവസ്ഥകളൊക്കെ മാറിപ്പോയി. ഏറ്റവും പ്രയാസഘട്ടമായ സിറാത്ത് മുറിച്ചു കടക്കേണ്ട വലിയൊരു പാലമാണത്. നാട്ടിലെവിടെയും അങ്ങനത്തെ ഒരു സംവിധാനിച്ചൊരു പാലത്തെ കാണാൻ കഴിയില്ല. മൂർച്ചയുള്ള പാലം എവിടെയും നിങ്ങൾ നടന്നിട്ടുണ്ടോ? മൂർച്ചയല്ലേ ആ പാലത്തിനുള്ളത്. അത്ര നീളമുള്ള ഒരു പാലം അല്ലാഹു വേറെ സംവിധാനിച്ചിട്ടില്ല എവിടെയും. സഹോദരങ്ങളെ, നമ്മൾ കണ്ട പാലത്തിന്റെ അടിയിലൊക്കെ ജലാശയമാണ്. ഒന്നുകിൽ പുഴയാണ്, അല്ലെങ്കിൽ സമുദ്രമാണ്. പക്ഷേ ഈ പാലത്തിന്റെ അടിയിൽ പുഴയല്ല, അതിന്റെ അടിയിൽ സമുദ്രമല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന നരകമാണ്. ആ നരകത്തിലേക്ക് സ്പർശിക്കാതെ അതിന്റെ ചൂരും മണവും അതിന്റെ തീപ്പൊരിയും ഒന്നും കൊള്ളാതെ അക്കരെ എത്തിയിട്ട് സ്വർഗത്തിലേക്ക് എത്തിയിട്ട് രക്ഷപ്പെടണം. ആ സ്വർഗത്തിൽ രണ്ട് കാല് എടുത്തു വെക്കുന്നത് വരെ മുഅ്മിനായ മനുഷ്യന് ബേജാറാണ്. രണ്ട് കാല് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ആണും പെണ്ണും പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നീ ഈ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് എത്തുകയില്ല. നീയാണ് സർവസ്തുതിയും അർഹതയുള്ള ആള്. നിന്റെ ഒരൊറ്റ സ്തുതി, നിന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എത്ര ആളുകളാ സഹോദരങ്ങളെ താഴെ വീണു പോകുന്നത്. താഴെ വീഴുന്നവരല്ലേ ബഹുഭൂരിപക്ഷവും. കൂടുതൽ ആളുകളും ജഹന്നമിലേക്ക് വീഴുന്നവരല്ലേ. ജഹന്നമിലേക്ക് വീഴാതെ
പുറത്തെത്തുന്ന ആളുകൾ എത്ര കുറവാണ്. മഹ്ശറിലെ ഓരോ ദിവസങ്ങളെ പറ്റിയുള്ള ചർച്ച വേറെ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്, പഠിച്ചാൽ തീരാത്ത ഒരു ലോകമാണ് ആഖിറമെന്ന ലോകം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവിടെ വലിയ സലാമത്ത് നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ ഒരു മനുഷ്യന് പരലോകത്തെ പറ്റി നല്ലോണം ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ ദുനിയാവിലുള്ള ഇപ്പൊ ഈ അനുഭവിക്കുന്ന സുഖം തന്നെ ധാരാളമാണ് എന്ന് അവൻ പറയും. പരലോകത്തെ കുറിച്ച് നന്നായി വായിച്ച് പഠിക്കുന്ന, കേട്ട് പഠിക്കുന്ന ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു മുസ്ലിം വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റിയല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ശരിക്കും ഒരു ചിത്രം അയാളെ കൽബിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാനിപ്പോ അനുഭവിക്കുന്നത് വളരെ വലിയ സുഖത്തിലാണ്. കാരണം അത്ര തീക്ഷ്ണമായ ഒരു ലോകം, അത്ര പരീക്ഷണമുള്ള ഒരു ലോകം അല്ലാഹു വേറെ സംവിധാനിച്ചിട്ടില്ല. ആ പരീക്ഷണ ഘട്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഫളിലാകുന്ന, ഔദാര്യമാകുന്ന, റഹ്മത്താകുന്ന സ്വർഗലോകത്ത് എത്തിച്ചേരാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രാർത്ഥനകളിൽ അതുകൊണ്ടാണ് പരലോകത്തിന് ഒരു മുൻതൂക്കം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഗുണം തരണം, ഇൽമു തരണം, നേട്ടം തരണം, ജീവിക്കാനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ തരണം. വഫിൽ ആഖിറതി ഹസനതൻ, പാരത്രിക ലോകത്തും ഞങ്ങൾക്ക് നീ നേട്ടമാകുന്നത് തരണം എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയില്ല. ഒന്നുകൂടി പരലോകത്തെ ബന്ധപ്പെട്ടാണ് അടുത്തൊരു ചോദ്യം. വഖിനാ അദാബന്നാർ. വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പറഞ്ഞതിൽ പെട്ടു അത്. പരലോകത്തും ഞങ്ങൾക്ക് നീ ഗുണമാകുന്നത് തരണം എന്ന് പറഞ്ഞതിൽ പെട്ടു. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് കാക്കണം. പക്ഷെ അത്ര പറഞ്ഞു നിർത്തിയില്ല. പരലോകാണ് കൂടുതൽ ചോദിച്ചത്. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ആ ഒരു ചോദ്യം എടുത്തു പറഞ്ഞു. കാരണം അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ, പഠിക്കുന്ന പാഠങ്ങളിൽ നരകം എന്ന് പറയുന്നത് അത്രയും ഭയാനകമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ശരിയായ നിലയ്ക്ക് ഇൽമുള്ള ആള് അനുഭവിക്കുന്ന സുഖങ്ങൾ വലിയ സുഖങ്ങളാണെന്ന് കരുതും. എന്നിട്ട് പല സുഖങ്ങളും വേണ്ടാന്ന് വെക്കും. പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് തനിക്ക് അല്ലാഹു നൽകിയ സുഖം എത്രയോ അധികമാണ് എന്ന് കണ്ടിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വയറ്റിന്റെ ഉള്ളിലൊക്കെ വിശപ്പാണ്, നോമ്പ് നോറ്റ ദിനമാണ്. പക്ഷേ നോമ്പ് തുറന്നു, കാരക്കൈ ഉപയോഗിച്ച് വെള്ളം കുടിച്ച് നോമ്പൊക്കെ തുറന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോ തീന്മേശയിൽ സുഭിക്ഷമായ ഭക്ഷണം ഇങ്ങനെ നോക്കിയിട്ട് വിതുമ്പി കരഞ്ഞുപോയി. സയ്യിദുനാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. ഭക്ഷണം സമൃദ്ധമായി കൊണ്ടുവച്ചത് കണ്ടപ്പോ, അല്ലാഹുവേ എത്ര വലിയ സുഖമാണ് നീ എനിക്ക് തന്നത്, എത്ര വലിയ കച്ചവട ലാഭമാണ് എന്റെ കയ്യിൽ തന്നത്. ഞാൻ ഈ മദീനയിൽ വരും ഒരു ദീനാറ് പോലും കയ്യിലില്ലാത്ത പാവപ്പെട്ട മനുഷ്യനാണ്. ഇത്ര വലിയ സമൃദ്ധിയൊക്കെ നീ എനിക്ക് തന്നല്ലോ. ഉടുക്കാനൊരു പൂർണ്ണമായ വസ്ത്രം കിട്ടാതെ എന്റെ നേതാവ് മദീനയിലേക്ക് എന്നെക്കാളും കുറെ മുമ്പ് വന്ന സ്വഹാബി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു പോയല്ലോ. ബാപ്പ ഉമൈർ വലിയ പണക്കാരനാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ സമ്പത്തിന്റെ ഒരു ചെറിയ കഷ്ണം പോലും കൊടുക്കാതെയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചത്. മുസ്അബേ, ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം കൊണ്ടുപോകരുത്. ഇവിടുന്ന് ഒറ്റ വാഹനങ്ങളും നീ എടുക്കരുത്. നീട്ടിരിക്കുന്ന ചെരുപ്പല്ലാതെ മറ്റൊരു ചെരുപ്പ് എടുക്കരുത്. പാവപ്പെട്ട മുസ്അബ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ ദരിദ്രരിൽ പരമദരിദ്രരായി ജീവിച്ചപ്പോഴും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് വഫാത്തിന്റെ നേരത്ത് പോലും ഒരു സമൃദ്ധി അല്ലാഹു നൽകിയില്ലല്ലോ. ഉഹദിന്റെ രണഭൂമിയിൽ മഹാനവറുകൾ ഷഹീദായി പോയി. ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. എന്നെ പോലെ സമ്പത്ത് അനുഭവിക്കാത്ത, സുഖം അനുഭവിക്കാത്ത, പൂർണ്ണമായും ഒരു കഫംപുട പോലും ലഭിക്കാതെ ദുനിയാവിൽ നിന്ന് നീങ്ങിയ മദീനയിലെ ഏറ്റവും നല്ല ഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായി പോയല്ലോ. ഇങ്ങനത്തെ ഒരു ഭക്ഷണം മാനവറുകൾ രുചി നോക്കിയിട്ടില്ല. അന്നത്തെ ദിവസം ഭക്ഷണം വേണ്ടാന്ന് വെച്ചുപോയി. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് അന്ന് ഭക്ഷണം വേണ്ട, നോമ്പ് ഞാൻ തുറന്നിട്ടുണ്ട്, ഇന്ന് ഭക്ഷണം വേണ്ട. എന്റെ നേതാവായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് ചെറിയ ഒരു ദുനിയാവല്ലേ അല്ലാഹു നൽകിയത്. എന്നിട്ടും ദീനിന് വേണ്ടി പോരാടി മഹാനവറുകൾ ഷഹീദായപ്പോ ധരിച്ചിരിക്കുന്ന വസ്ത്രം പൂർണ്ണമായും മറക്കുന്ന രൂപത്തിലൊരു വസ്ത്രമല്ല. ആ വസ്ത്രം കൊണ്ട് തലമറക്കപ്പെട്ടാൽ കാല് വെളിവാകും, കാല് മറക്കപ്പെട്ടാൽ തലഭാഗം വെളിവാകും. അവസാനം തലയുടെ ഭാഗം ഒന്ന് പൂർണ്ണമാക്കി മറച്ച് കാലിന്റെ ഭാഗങ്ങളിൽ പുല്ല് ചേർത്ത് വെച്ചിട്ടല്ലേ ഖബറിൽ മറമാടിയത്. ഇന്ന് ആളുകളെ മറവ് ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. എത്ര സുഖങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയത്. ഒരു വേള അത് ചിന്തിച്ചപ്പോ ഭക്ഷണം വേണ്ടാന്ന് വെച്ചു. ഓർക്കുന്നുണ്ടോ ഉമ്മമാരെ? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചൊരു ഘട്ടം ഈ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, മറക്കരുത്. പൂർണ്ണമായൊരു വസ്ത്രം ധരിക്കുന്നത് പെരുന്നാളിന് മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും. ഇന്നൊരാഴ്ചക്ക് ഓരോന്ന് വെച്ചാലും നമ്മുടെ ഷെൽഫിൽ വീണ്ടും വസ്ത്രങ്ങളുടെ കൂമ്പാരമാണ്. ഒരാൾക്ക് തന്നെ ധരിക്കാൻ 2-3 തരം ചെരുപ്പുകളാണ്. അന്നത്തെ കാലത്ത് ഒരൊറ്റ ചെരുപ്പ് കൊണ്ട് 10 കൊല്ലം നടന്നു നീങ്ങിയവരുണ്ട്. തുന്നിയും ഒട്ടിച്ചും നടന്നു നീങ്ങിയവരുണ്ട്. ഇന്ന് ചെരുപ്പ് പൊട്ടേണ്ടതില്ല, മോഡല് മാറുമ്പോഴേക്ക് പുതിയ ചെരുപ്പിലേക്ക് നമ്മളെ പാദം വെച്ചുപോയി. സുബ്ഹാനല്ലാഹ്. പൂർവികർ അനുഭവിച്ച അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും നോക്കുമ്പോ നമ്മൾ എത്രയോ വലിയ സ്വർഗത്തിലാണ്. ഇന്ന് സഹോദരങ്ങളെ, വാഹനങ്ങളില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? വാഹനങ്ങളില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ ഇന്ന്? ഏതെങ്കിലും ഒരു ചെറിയ വാഹനം പോലും ഇല്ലാത്തൊരു വീട് കാണാൻ കഴിയില്ല. പഴയ കാലത്ത് ഒരു മഹല്ലിൽ വാഹനമുള്ളത് 1-2 പേർക്ക് മാത്രമാണ്. 1-2 പേർക്ക് മാത്രമായിരുന്നു അന്ന് വാഹനം. ഇന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, 500 അധികം കുടുംബങ്ങളുള്ള ഒരു മഹല്ലാണ് ഈ മഹല്ലെന്ന് നേരത്തെ ഇവിടുത്തെ കാരണവർ എന്നോട് പറഞ്ഞു. കമ്മിറ്റിക്കാരിൽപ്പെട്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അത്രയും അധികം വീടുകളിൽ വാഹനങ്ങളില്ലാത്ത വീട് വളരെ തുച്ഛമാണ്. എന്നാലൊന്ന് പറയട്ടെ, വാഹനങ്ങളില്ലാത്ത കാലത്ത് ഈ പള്ളിയില് സുബ്ഹിന്റെ ജമാഅത്തിന് എത്തിയതുപോലെ സൗകര്യങ്ങൾ അല്ലാഹു ഇഷ്ടം പോലെ തന്നിട്ട് എത്തുന്നത് കുറവല്ലയോ? ആ വാഹനം ഓടിച്ചു പോകുന്ന 5 മിനിറ്റ് കൊണ്ട് ഇവിടെ നടക്കൊന്നും വേണ്ട, ഒരു പ്രയാസമില്ല. വാങ്ങ് കൊടുത്തിട്ട് എത്ര മിനിറ്റ് ഉണ്ട് ഉസ്താദേ സുബഹിസ്കാരത്തിന്? 20 മിനിറ്റ്. നമ്മളെ കാത്ത് കഴിയാണത്. അല്ല ഉസ്താദിനും പിന്നെ മറ്റുസ്താമാർക്കും പിന്നെ 5 മിനിറ്റ് കൊണ്ട് വരുന്ന ആൾക്കാർക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു സംവിധാനമൊന്നുമല്ല. മദീനത്തെ പള്ളിയിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ജമാഅത്ത്, വാങ്ങ് കൊടുത്താൽ എത്രയും പെട്ടെന്ന് നടക്കുന്ന ജമാഅത്ത് സുബഹി വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സഹാബത്ത് പള്ളിയിലെത്തിയിട്ടുണ്ട് എന്നാണ് ഹദീസിന് മനസ്സിലാണ്. സുബഹിന്റെ വാങ്കാര മദീനത്തെ പള്ളിയിൽ കൊടുത്തിരുന്നത് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. 4 മണിക്ക് വാങ്ങ് കൊടുക്കാൻ വേറൊരു സഹാബി എത്തും, സയ്യിദുനാ ബിലാൽ.
അവര് 4 മണിക്കും അവര് വാങ്ങുകൊടുക്കും. ആ വാങ്ങോടുകൂടെ നഗരങ്ങളൊക്കെ കുടിലുകളൊക്കെ ഉണർന്ന് അവരാ കിടക്കുന്ന ചെറിയ ആ കട്ടിലിൽ നിന്ന്, ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ കട്ടിലിൽ നിന്ന്, മെത്തകളൊന്നുമില്ല, കട്ടിലിൽ നിന്ന്, വിരിപ്പിൽ നിന്ന്, പായയിൽ നിന്ന് ശരീരത്തെ എടുത്തുയർത്തി സുബ്ഹി വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തിപ്പോയി. നമ്മൾ കിടക്കുന്നത് AC-യാണ്, 50,000-ന്റെ ബെഡാണ്. താഴെ ഇരിക്കുന്ന കട്ടിലിനോ 20,000 രൂപയാണ്. അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന AC-ക്കോ 16,000 രൂപയാണ്. സർവ സംവിധാനങ്ങളും സുഖങ്ങളും പടച്ച റബ്ബിന്റേത് ഉപയോഗിച്ചിട്ട് ഖലീലം മാ തശ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നത് വളരെ കുറവാകുന്നു. നമ്മോട് അല്ലാഹു പറയുന്നു, നന്ദി ബോധം നിങ്ങൾക്ക് കുറവാണ്. സൗകര്യങ്ങൾ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് ഈ പള്ളിയിൽ നിസ്കരിച്ചിരുന്ന പഴയകാലത്തെ ഇമാമുകളോട് ചോദിച്ചു നോക്കൂ, അന്ന് നടന്നു വന്നിരുന്നവർ എത്ര അധികമുണ്ട്. ഇന്ന് സംവിധാനങ്ങളുടെ പെരുമഴയാണ്, പക്ഷേ അംഗങ്ങൾ കുറവാണ്. ആ അംഗങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു നോക്കുമ്പോ ജുമയുടെ പകുതിയുടെ ആൾക്ക് ഇവിടെ വരാനുള്ള സംവിധാനങ്ങളുണ്ട്. സുബ്ഹിക്ക് നമ്മെ കാത്തൊരു 20 മിനിറ്റ് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. മദീന പള്ളിയിൽ സുബ്ഹിന്റെ നേരമാകുമ്പോ സ്വഹാബത്ത് പറയും, അസ്ബഹത അസ്ബഹത, സുബ്ഹിയായി സുബ്ഹിയായി എന്ന് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഖിബലക്ക് തിരിഞ്ഞ് ഒരൊറ്റ ബാങ്ക് കൊടുക്കും. ആ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ പള്ളിയിൽ ജനങ്ങൾ എത്തിപ്പോയി. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ഒരു ഇടവേള മാത്രമേ ഉള്ളൂ. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിന്റെ വിരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇഖാമത്ത് കൊടുക്കുകയല്ലേ എന്ന് സമ്മതം ചോദിക്കുന്നു. ഇഖാമത്ത് കൊടുക്കുന്നു. എത്ര വേഗാണ്! ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല നമുക്ക് തന്നത്. പക്ഷെ എപ്പോഴും നമ്മളെ മനസ്സിലുള്ള എന്താണ്? മതിയായിട്ടില്ല. എന്താ പടച്ചോൻ കൊണ്ട് തരാത്ത? ഇഷ്ടം പോലല്ലേ പടച്ചോന്റെ ഖജനാവ്. പടച്ചോ അങ്ങനെ പിഷ്കിട്ട് തന്നൂടെ? തന്നിട്ട് തന്നെ ഈ കോലം, ഇത്ര തന്നിട്ട് തന്നെ ഈ കോലം. ഇനിയും കൂടി തന്നാലോ പടച്ച റബ്ബിനെ പാടെ മറക്കൂല. തോന്നുന്നുണ്ടോ? പാടെ മറക്കും. തരാൻ അല്ലാഹുവിനൊന്നും കുറവുണ്ടായിട്ടില്ല. തന്നാൽ തീരാത്തൊരു ഖജനാവ് പടച്ച റബ്ബിന്റെ ഖജനാവേ ഉള്ളൂ. അല്ലാഹു നമ്മോട് പറയുന്നു, നിങ്ങളെടുത്ത് എത്ര ഒരു കൂട്ടിയാലും തീർന്നു. എത്ര കോടിപതിയുടെ കോടിയും തീർന്നു. ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ മതി. ബ്ലോക്ക് വരുമ്പോ കോടീശ്വരനാണെങ്കിൽ ഓരോ ഇഞ്ചക്ഷൻ ഉണ്ടാകും 50 ലക്ഷം. കാരണം ആള് കോടീശ്വരനല്ലേ, അപ്പൊ അതിനനുസരിച്ച് മരുന്ന് കൊടുക്കണ്ടേ. അപ്പൊ ചെറിയൊരു 1000 രൂപയുടെ മരുന്നൊന്നും താങ്ങൂല. 50 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ. 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴേക്ക് കോടി കഴിഞ്ഞു. പിന്നെ ലിസ്റ്റ് വരികയാണ്, കോടീശ്വരനായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ് മതി അതിന്. നിങ്ങളെ വക്കലുള്ളതൊക്കെ തീർന്നു പോകും. എത്ര ഒരു കൂട്ടിയാലും തീരും. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ശേഷിക്കും, അത് തീർന്നു പോകൂല. അല്ലാഹു തആലാക്ക് ഇഷ്ടം പോലെ തരാൻ കഴിവില്ലാഞ്ഞിട്ടാണ് കരുതരുത്. എന്തിനാ പടച്ചോൻ അങ്ങനെ താങ്ങി നിൽക്കുന്നത് കരുതരുത്. അല്ലാഹു തആല പറഞ്ഞു, വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകൾക്ക് ഇഷ്ടം പോലെ അങ്ങ് കൊടുത്തിരുന്നുവെങ്കിൽ എല്ലാവർക്കും, ഒരു നാട്ടിൽ എല്ലാവരും രക്ഷപ്രഭുക്കൾ, എല്ലാവരും കോടിപതിമാർ, അങ്ങനെ ആയി മാറിയാൽ ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ അവർ അക്രമം ചെയ്യും. അരുതായ്മകൾ അവർ കൂട്ടിക്കൊണ്ടുവരും. അനുസരണല്ല ഉണ്ടാകുക. മനസ്സിലാവുന്നുണ്ടോ? മുമ്പൊന്നും നമ്മുടെ സഹോദരന്മാരുടെ, ചെറുപ്പക്കാരികളുടെ കയ്യിൽ ഇപ്പത്തെ കാലത്തുള്ളതുപോലെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു ഒരു 10 കൊല്ലം മുമ്പുണ്ടോ? നിങ്ങൾ പറയണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുള്ള തന്നെയല്ലേ അവന്റെ അക്കൗണ്ട്. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊണ്ട് ഗൂഗിൾ പേ, അതിലുണ്ട് ഇഷ്ടം പോലെ പൈസ. മുമ്പുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഞാൻ വെറുതെ പറയലുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു 25കാരനാണെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന മുതലാളിയായി മാറി. പക്ഷെ എന്ത് സംഭവിച്ചു? നന്ദിയല്ലുള്ളത്, നന്ദി കേട്.
മദ്യപാനം വർദ്ധിച്ചു, മയക്കുമരുന്നിന്റെ അടിമകളായി, കഞ്ചാവിന്റെ വിൽപ്പനക്കാരായി. ഈ കിട്ടുന്ന പണം ചുളിവിൽ പെട്ടെന്ന് കോടിപതികളായി മാറണം. അപ്പൊ മനുഷ്യന്റെ ചിന്ത പോകുന്നത് വികലമായ ചിന്തയിലേക്കാണ്. ഈ കിട്ടുന്ന പണം വികസിപ്പിക്കണം. ഒരു ഭാഗം ചിന്തിച്ചു പലിശക്ക് കൊടുത്തിട്ട് അങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന്. വേറൊരു ഭാഗം ചിന്തിച്ചു ഈ കിട്ടുന്ന പണം പെട്ടെന്ന് വികസിപ്പിക്കണമെങ്കിൽ പെട്ടെന്ന് വരുമാനമുള്ള കച്ചവടം കണ്ടെത്തണം. നാട്ടിലെ ഹലാലായ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. അതൊക്കെ ഒരു വർഷത്തെ വരവ് കൂട്ടി നോക്കുമ്പോ തുച്ഛം വരവാ കിട്ടുന്നത്. പച്ചക്കറി കച്ചവടക്കാരുണ്ട്, വസ്ത്രം വിൽക്കുന്നവരുണ്ട്, മാംസവും മത്സ്യവും വിൽക്കുന്നവരുണ്ട്, ഫർണിച്ചർ ഷോപ്പുകളുണ്ട്, അങ്ങനെ ധാരാളം വിൽപ്പനക്കാരുണ്ട്. ഈ ചെറിയ പണക്കാര് ചിന്തിക്കുന്നു അതിന് നമ്മൾ മെനക്കെട്ട് നിന്ന ഒരു വർഷം തന്നെ കുറച്ചേ ലാഭമുള്ളൂ. ഒരു മാസം കൊണ്ട് 2 ലക്ഷം കിട്ടണം, 2 മാസം കൊണ്ട് 50 ലക്ഷം കിട്ടണം, ഒരു വർഷമാകുമ്പോഴേക്ക് കോടിപതിയാകണം. അതിനെന്താ മനുഷ്യൻ ഇന്ന് അവലംബിക്കുന്നത്? ഹറാമായ ബിസിനസ്സാണ്, മയക്കുമരുന്നും കഞ്ചാവുമാണ്. നഊദുബില്ലാഹ്, എത്രയാണ് വർദ്ധിച്ചത് സഹോദരിമാരെ, സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു മുസ്ലിം സഹോദരി മദ്യപിച്ച് കൂത്താടുന്നൊരു ഘട്ടം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. മുമ്പ് സഹോദരിമാർക്ക് കുറിച്ചൊരു ബഹുമാനമായിരുന്നു. ഇന്ന് അവരും അതിന്റെ മൊത്ത ചില്ലറ വ്യാപാരികളാണ്, മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വ്യാപാരികളാണ്, മദ്യപാനത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർച്ചപ്പെടുത്തി പറഞ്ഞൊരു കാര്യമാണ്, മദ്യപിച്ചിട്ട് മയക്ക് വസ്തു ഉപയോഗിച്ചിട്ട് ദുനിയാവിൽ നിന്ന് തൗബ കിട്ടാതെ മരണപ്പെട്ടു പോയ മനുഷ്യൻ അല്ലാഹു അവനെ തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ദുനിയാവിൽ നിന്ന് തൗബ കിട്ടാതെ മരിച്ചു പോകുന്നത് എത്ര എണ്ണമാണ്? മദ്യപിച്ചിട്ട് ശ്വാസം മുട്ടി മരിച്ചവരെത്രയാണ്? കുത്തുകൂടിയിട്ട് കത്തി കൊണ്ട് കുത്തുകൂടി മരിച്ചവരെത്രയാണ്? തല്ലുകൂടി മരിച്ചവരെത്രയാണ്? ലക്ക് കെട്ടിട്ട് കുടുംബക്കാരെ പോയി മർദ്ദിക്കുന്നതിന്റെ ഇടക്ക് തിരിച്ച് അടി കിട്ടിയിട്ട് മരിച്ചു പോയവരെത്രയാണ്? എത്രയുണ്ട് സഹോദരങ്ങളെ തൗബ കിട്ടാതെ മരിച്ച ആളുകൾ. റബ്ബ് സുബ്ഹാനഹു വ തആല തീനത്തുൽ ഖബാലിൽ നിന്ന് അവന് കുടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരുടെ ചീഞ്ചലമാണ്. നരകക്കാരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന്, നരകക്കാരുടെ കക്ഷഭാഗത്തിൽ നിന്ന്, നരകക്കാരുടെ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന, വായയോട് അടുപ്പിക്കാൻ കഴിയാത്ത അത്രക്ക് ഉഷ്ണമുള്ള ചീഞ്ചലമില്ലേ, ആ ചീഞ്ചലമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ആർക്കെന്നറിയോ മുസ്ലിമേ? ഒരൊറ്റ പ്രാവശ്യം മദ്യപിച്ചിട്ട്, ഒരൊറ്റ പ്രാവശ്യം മയക്കുമരുന്നിന്റെ വസ്തു ഉപയോഗിച്ചിട്ട് തൗബക്ക് ചാൻസ് കിട്ടാതെ നീ എങ്ങും മരിച്ചുപോയാൽ, കാരണം നിന്റെ ഒരു മനസ്ഥിതിയുണ്ട്, ഇനിയും നന്നാകാൻ അവസരമുണ്ട്, ഇനിയും നന്നാകാൻ എത്രയോ സാഹചര്യങ്ങളുണ്ട്, എത്രയോ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ചിന്തിച്ച് നീ അങ്ങ് നടക്കുമ്പോ പെട്ടെന്നാണ് നിന്റെ മരണം വന്നെത്തിപ്പോയത്. ഒരുപക്ഷെ ഏതൊരു ആക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അറ്റാക്കാണ്, അല്ലെങ്കിൽ സഹോദര പെട്ടെന്ന് നീ ബോധം കെട്ട് വീണുപോയി, പെട്ടെന്ന് നിന്റെ ശരീരം നിശ്ചലാവസ്ഥയിലായി പോയി. പലതും നിർവഹിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഒന്ന് തൗബക്ക് പോലും ഒരു ചാൻസ് കിട്ടാതെ പെട്ടെന്ന് നീ അങ്ങ് മരണപ്പെട്ടു പോയപ്പോൾ നീ കുടിക്കേണ്ട ജലമേതാന്നറിയോ? നീ നിന്റെ വായിലേക്ക് നാളെ ആഖിറത്തിൽ നിർബന്ധമായും ഒഴിക്കേണ്ടി വരുന്നത് അത്ര ചൂടുള്ളൊരു വെള്ളം ദുനിയാവിൽ ഒരാൾക്കും കിട്ടൂല. നരക
നരകത്തിന്റെ വെള്ളത്തിന്റെ ചൂടെത്രയാണെന്ന് ഇന്ന് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഓതിയില്ലേ? അൽ-കഹ്ഫ് സൂറത്തിൽ ഓതിയില്ലേ? നരകത്തിന്റെ വെള്ളത്തിന്റെ ചൂടെത്രയാണ്? നരകത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ചൂട് ഇന്നാ അഅ്തദ്നാ ലിൽ-ളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ യശ്വിൽ വുജൂഹ്. ആ വെള്ളം മുഖത്തോട് അടുപ്പിക്കുമ്പോഴേക്ക് ചുണ്ടും അതാ മുഖത്തിന്റെ ഭാഗങ്ങളും ചുട്ടുപടുത്ത് വേന്തുരുകിയിട്ട് അതിലേക്ക് കഥാ കൊടിഞ്ഞു വീഴുന്നു. മുഖത്തിന്റെ ഭാഗം മുഴുവനും കരിഞ്ഞുപോയി. നമുക്ക് പരിചയമുള്ള അതേ ഭാഷ തന്നെ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കും തിരിയാത്ത ഭാഷ അല്ല, ആലിമൊന്നാകണ്ട, നാടന്മാർക്ക് തിരിയണ ഭാഷയിലാണ് അല്ലാഹു തആല പറഞ്ഞത്. ഷവായ അറിയോ? ഷവായ അറിയോ? ഷവർമ അറിയോ? അതിന് നേരെ ചേട്ടനോ അഞ്ചനോ ആണ് ഷവായ. ഷവായ ഇവിടെ ഒന്നില്ലേ? ഉണ്ട്. എന്താ ഷവായ എന്ന സാധനം? ചുട്ട് കരിച്ച സാധന. അതിനുള്ള ഒരു പ്രയോഗമാണ് ഖുർആൻ. മുഖങ്ങളെ ചുട്ട് കരിക്കുന്ന വെള്ളം കുടിക്കണ്ട, അടുത്തേക്ക് അടുപ്പിക്കുമ്പോഴേക്ക് ആ കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ് കുടിക്കാനുള്ളത്. അതിന്റെ ഒരു നാറ്റോ അതിന്റെ ഒരു ദുർഗന്ധമോ സഹിക്കാൻ കഴിയൂല. ഇവിടത്തെ ഏതെങ്കിലും ഓവുചാലിൽ നിന്ന് വാസനിക്കുന്ന വാസനയല്ല. ഒരൊറ്റ വർഷം കുളിക്കാത്തവന്റെ സ്വകാര്യ അവയവങ്ങളോ അവന്റെ കക്ഷഭാഗമോ വാസനിക്കുന്ന വാസനയല്ല. നരകക്കാരന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലത്തിന്റെ മണം. ഒരൊറ്റ തുള്ളി വെള്ളം ഭൂമിയിലേക്ക് അല്ലാഹു തആല ഒന്ന് ഉറ്റിച്ചാൽ അതിന്റെ വാസന സഹിക്കാൻ കഴിയാതെ ഭൂമിവാസികൾ മുഴുവനും ബോധം കെട്ടി വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് ദുർഗന്ധമുള്ള ജലമാണ്. അത് കുടിക്കണോ നമുക്ക്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. പണം നിയന്ത്രിക്കണം. രക്ഷിതാക്കളോട് ഞാൻ ആമുഖമായി പറയാം, പണം നിയന്ത്രിക്കണം. മക്കളെ കയ്യിലുള്ള പണം നിയന്ത്രിക്കണം. രക്ഷിതാക്കളെ നിയന്ത്രിക്കണം. മുഴുവൻ പണവും സ്വരൂപിച്ചു വെക്കണം. കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിക്ക് ഓരോ ദിവസവും കിട്ടുന്ന വരുമാനത്തിന് കറക്റ്റായി ഭക്ഷണത്തിനും എണ്ണ അടിക്കാനുള്ള പണം ഒരു രൂപ പോലും ഏറെ കൊടുക്കാൻ പാടില്ല. ഡെപ്പോസിറ്റ് ചെയ്യണം. അവന് കുറച്ചുകൂടി കഴിയുമ്പോൾ ഉംറക്ക് പോകാനോ അല്ലെങ്കിൽ വിവാഹത്തിന് മഹർ വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ 4-5 സെന്റ് വീട് വെക്കാൻ വാങ്ങാനോ നല്ലതിന് ഉപയോഗപ്പെടുത്തുക. വെറുതെ കയ്യിലിരിക്കുന്ന പണൈ 1-2 സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു വരും. തക്കാളിയോ അല്ലെങ്കിൽ കിഴങ്ങോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ. ബാക്കിയുള്ളത് പല ഭാഗത്തൂടെയും പോകും. കുട്ടി അവിടെ ജോലിയില്ല. അവനെത്ര വയസ്സായി? 21 വയസ്സായിട്ടു. കല്യാണം കഴിച്ചില്ല. ജോലി എടുത്ത കാശും കൊണ്ട് അയക്കലുണ്ട്. ഞാൻ പിന്നെ അതൊന്നും ചോദിക്കാറില്ല. മനസ്സിലായി? ചോദിക്കാറില്ലെങ്കിൽ ആ വെറുതെ ഇരിക്കുന്ന പണം അനാവശ്യ മാർഗങ്ങളിലേക്ക് പോകും. ഡെപ്പോസിറ്റ് ചെയ്യണം. ബാപ്പ അല്ലെങ്കിൽ ഉമ്മ അത് സൂക്ഷിക്കണം. നിർബന്ധമാണ്. ഒരൊറ്റ കുട്ടിന്റെ കയ്യിലും പണം പുറത്തു കൊടുത്തുകൂടാ. ഞാൻ പറയുന്നതിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, സംഭവങ്ങൾ മുഴുവനും ഇതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ സദസ്സിൽ ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിവെച്ചത് മുത്തഖിയായ നിലക്ക് ജീവിതമാർഗം ജീവിതത്തിൽ മുഴുവനും ജീവിതകാലം മുഴുവനും തഖ്വയിലായി ജീവിച്ച ഒരു വലിയ മഹാനുഭാവൻ, ഔലിയാക്കളിൽ ഏറ്റവും വലിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയുള്ള ആയത്താണ് നേരത്തെ ഞാൻ ഓതിവെച്ചത്. ആ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഖുർആൻ പറഞ്ഞ പേരറിയോ? അൽ അത്ഖാ വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി അല്ലാഹു പറഞ്ഞൊരു സ്ഥാനപ്പേര് വസയുജന്നബുഹ. ആ നരകത്തിൽ
അതിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കും. നരകത്തെ തൊടൂല, നരകത്തിന്റെ തീപ്പൊരി വാസനിക്കേണ്ടി വരില്ല, നരകത്തിന്റെ വാസന അനുഭവിക്കേണ്ടി വരില്ല, നരകം കണ്ടിട്ട് ഭയന്ന് വിഹ്വലരാകേണ്ടി വരില്ല. വസയുജന്നബുഹൽ അത്ഖാ, ഏറ്റവും തഖ്വയിൽ ജീവിച്ച, തന്റെ ജീവിതത്തെ തഖ്വയിലാക്കി കൊണ്ട് നടന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ച 7 മഹാന്മാർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ചതിന് വേണ്ടി കഠിന ശിക്ഷ അനുഭവിച്ച 7 ആളുകളെ മോചിപ്പിച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ തഖ്വയുടെ ഏറ്റവും വലിയ മൂല്യമാണ് തൊട്ട് താഴെ അല്ലാഹു പറയുന്നത്, അല്ലദീ യുഅ്തി മാലഹു യതസക്കാ, തന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ചെലവഴിച്ചു പോയി. 7 വലിയ മഹാന്മാർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരുടെ യജമാനന്മാരും കുടുംബക്കാരും കഠിനമായവരെ പീഡിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദുനാ ബിലാൽ. മറ്റൊരു മഹാനാണ് ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു. വേറെ ഒരു സഹോദരിയാണ് നഹ്ദിയ എന്നൊരു സഹോദരി. 4-ാമത്തെ ആള് ആ സഹോദരിയുടെ മകൾ. 5-ാമത്തെ ആള് സിന്നീറ ബീവി. 6-ാമത്തെ ആള് ഉമ്മു ഈസ റളിയല്ലാഹു അൻഹാ. മറ്റൊന്ന് 7-ാമത്തെ ആള് ബനുൽ മുഅമ്മൽ കുടുംബത്തിലെ അടിമ സ്ത്രീ. 7 പേരുടെയും ചരിത്രങ്ങൾ ഏയാക്കി പറയണം. അതിനൊന്നും സമയം ഒതുക്കൂല, പറയേണ്ട വിഷയങ്ങൾ കുറച്ചുകൂടി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഈ 7 ആൾക്കാരെ മോചിപ്പിക്കുന്നതിൽ ലക്ഷക്കണക്കിന് സമ്പത്താ ചെലവഴിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഉമയ്യത്ത് പറഞ്ഞു ബിലാലിനെ മോചിപ്പിക്കാൻ ഇഷ്ടം പോലെ, കുറച്ചൊന്നുമല്ല, ഒരടിമക്ക് പറയുന്ന മോചനത്തിന് പറയുന്ന സംഖ്യ ഒന്നല്ല, ഒരാളും പറയാത്ത അത്ര വില പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ചിന്തിക്കാതെ, ഒരിക്കലും മടിച്ചു നിൽക്കാതെ കൊടുക്കേണ്ടത് മുഴുവനും അങ്ങ് കൊടുത്തു. എന്നാലും വേണ്ടിയില്ല, ഒരിക്കലും ഈ ശിക്ഷ കാണാൻ പറ്റൂല. ഈ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ മോചിപ്പിച്ചത് എന്തിനാണെന്നറിയോ? പിന്നീട് മോചിപ്പിക്കപ്പെട്ട അടിമകളിൽ നിന്ന് വല്ല ലാഭവും കിട്ടാനാണോ? അല്ല. എന്തിനാണ് മോചിപ്പിച്ചത്? തൊട്ടു താഴെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിൽ അഅലാ. മോചനം കിട്ടിയ ഈ ആളുകളിൽ നിന്ന് എന്തെങ്കിലും സ്വാധീനം കിട്ടാൻ, എന്തെങ്കിലും സഹായം കിട്ടാനോ, അവരെ മോചിപ്പിച്ചിട്ട് അവർ മരിച്ചു പോകുമ്പോ അനന്തര സ്വത്തിന്റെ ഒരു വിഹിതം മോചിപ്പിച്ച ആൾക്ക് ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ട്. അതൊന്നും കിട്ടാൻ വേണ്ടി മോചിപ്പിച്ചതല്ല. പടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോചനം നടത്തിയത്. അങ്ങനെ മോചിപ്പിച്ച മഹാനെ പറ്റി അല്ലാഹു പറയുന്ന വാക്ക് അൽ അത്ഖാ, വലിയ തഖ്വയിൽ ജീവിച്ച മഹാനാണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭക്തിയും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഒരു ഹറാമിന്റെ സംശയമുള്ള ഒരു ചെറിയ ധനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വായിലെത്തി എന്ന് കാണുമ്പോഴേക്ക് എത്രമാത്രം പേടിച്ചുപോയി, എത്രമാത്രം കരഞ്ഞുപോയി. സിദ്ദീഖ് തങ്ങൾക്ക് ഖിദ്മത്തെടുത്തിരുന്ന അടിമ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമയുണ്ട്. ആ അടിമ എല്ലാ ദിവസവും ജോലിയെടുത്തിട്ട് നല്ല വരുമാനം കൊണ്ടുവന്നു കൊടുക്കും. അടിമ ജോലിയെടുത്തിട്ട് കിട്ടുന്ന വരുമാനം സയ്യിദിന് ഹലാലാണ്. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു പിടിയെടുത്തിട്ട് വായിലേക്ക് ഇട്ടു. ഒരൊറ്റ പിടി ഭക്ഷണമാണ്. സാധാരണ
അടിമ ജോലി കഴിഞ്ഞു വന്നാൽ എന്തെങ്കിലും സിദ്ദീഖ് തങ്ങളെ കയ്യിലേക്ക് കൊടുക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കും, ഇന്ന് എന്തെടുത്ത ജോലി എന്താണ്? ഈ ജോലി ആരാ വീട്ടിലാ ചെയ്തത്? എന്നിട്ട് എത്രയാ ശമ്പളം കിട്ടിയത്? ഈ എന്ത് ഭക്ഷണം കൊണ്ട് വന്നു കൊടുത്താലും ചോദിക്കും, ഈ ഭക്ഷണം എവിടുന്നാ ഉണ്ടാക്കിയത്? അതിന് കാശ് എവിടുന്നാ കിട്ടിയത്? അങ്ങനെ ചോദിക്കാതെ ഒരൊറ്റ ഭക്ഷണവും കഴിക്കാറില്ല. അന്ന് സംഗതി അങ്ങനെ ചോദിക്കാൻ മറന്നുപോയി. ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ഒരു പിടി ഭക്ഷണം എടുത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ചു. മാലക കുന്ത തസ്അലുനി കുല്ല ലൈല വലം തസ്അൽനി ലൈല. എല്ലാ രാത്രിയും ഞാൻ ഭക്ഷണം കൊണ്ടുതരുമ്പോ എന്നോട് ചോദിക്കാറുണ്ടല്ലോ, എവിടുന്നാണ് ഭക്ഷണം കിട്ടിയത്? അതിന് സമ്പാദ്യം എവിടുന്നാണ്? ജോലി ഹലാലാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ഇന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? ഇന്ന് ചോദിക്കാൻ വിട്ടുപോയല്ലോ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഹമലനി അലാ ദാലികൽ ജൂ. ഇന്ന് അല്പം വിശപ്പുണ്ട്, അപ്പൊ ഒരു പിടി ഭക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ട് പെട്ടെന്നൊരു പിടിയെടുത്ത് ഞാൻ അങ്ങ് ഭക്ഷിച്ചു പോയി. മിൻ ഐന ജീത ബിഹാദാ. എവിടുന്നാണ് ഈ ഭക്ഷണത്തിനുള്ള ധനം കിട്ടിയത്? ആ മനുഷ്യൻ പറഞ്ഞു, അടിമ പറഞ്ഞു, ജാഹിലിയ്യ കാലഘട്ടത്തില് ഞാനൊരു കുടുംബത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോ എനിക്കന്ന് മന്ത്രിക്കാനൊന്നും അറിയില്ല. ഞാൻ അവർക്ക് മന്ത്രം എന്തോന്ന് ജപിച്ചു കൊടുത്തു. മന്ത്രം ചൊല്ലിക്കൊടുത്തപ്പോ അറിയാത്ത പണിയാണ് ഞാൻ ചെയ്തത്. എനിക്കൊന്നും അറിയില്ല, മന്ത്രിക്കാനൊന്നും അറിയില്ല. അറിയാത്ത പണി ഞാൻ ചെയ്തപ്പോ അവരെന്നോട് പറഞ്ഞു, ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാം എന്നവര് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഇന്ന് ഞാൻ ആ കുടുംബത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. കല്യാണം നടക്കുമ്പോ എന്നെ അവര് വിളിച്ചു. എനിക്ക് അന്നത്തെ കൂലിയായിട്ട് എനിക്ക് നിശ്ചിത സംഖ്യ തന്നു. ഞാൻ അതുകൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു പോയി. സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ മഹത്വമുള്ള മഹാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ രണ്ട് കൈയും നേരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നു തൊണ്ടക്കുടിയിലേക്ക്. എന്നിട്ട് ആ കൈ വെച്ച് പ്രസ് ചെയ്യുന്നു. ഛർദിക്കാൻ തുടങ്ങി. ഛർദിച്ചിട്ട് മുഴുവനും പുറത്തു വരാതിരുന്നപ്പോ കുറച്ചു ഭാഗം ഉള്ളിൽ കെട്ടി നിന്നപ്പോ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്തിന്? രണ്ടാമതൊന്നുകൂടി ഛർദിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, അവരെ ഖൗഫ് നമ്മളൊന്ന് പഠിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമൊന്ന് നമ്മൾ അറിയണം. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വീണ്ടും വെള്ളം കൊണ്ടുവന്നു. വെള്ളം കുടിച്ചിട്ട് പിന്നെയും ഛർദിക്കുന്നു. പിന്നെയും വെള്ളം കുടിക്കുന്നു. പിന്നെയും ഛർദിക്കുന്നു. അപ്പൊ കണ്ടു നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ മതി, നിങ്ങൾ ഛർദിക്കുന്നു എന്ന് നിർത്തൂ. ഒരൊറ്റ പിടിയല്ലേ നിങ്ങൾ ഭക്ഷിച്ചത്? ആ ഒരൊറ്റ പിടി ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും തോന ഛർദിക്കുകയാണോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലാ തഖ്റുജു ഇല്ലാ മാ നഫ്സി ലാ ഖറജ്തുഹാ. പിടി ഭക്ഷണം പുറത്തു പോരണമെങ്കിൽ എന്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടണമെന്നാണോ നിശ്ചയം? എന്റെ ആത്മാവിനെ ഞാനങ്ങ് പറത്തിക്കും. എന്നാലും വേണ്ടിയില്ല, അങ്ങനെയുള്ള ഒരു ഭക്ഷണത്തിന്റെ ഒരു ചെറിയ നാമ്പ് പോലും എന്റെ ഉള്ളിൽ ശേഷിച്ചുകൂടാ. എന്തേ കാരണം? സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. അവിഹിതമായ ഭക്ഷണം, ഹറാമായ പാനീയം, അവിഹിത സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, അതുകൊണ്ട് മുളച്ചുണ്ടായ ശരീരം, വളർന്നുണ്ടായ ശരീരം, ഫന്നാറു ഔലാ ബിഹി, നരകവുമായി കൂടുതൽ ബന്ധപ്പെട്ടതാ. പലിശപ്പണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുമ്പൊക്കെ സ്ത്രീകൾ തൊട്ടിട്ടല്ലേ ഒറ്റ സ്ത്രീ. അപ്പൊ വർഷാവർഷം അതിന്റെ കണക്ക് നോക്കിയിട്ട് ഇങ്ങനെ വാങ്ങാണ്. ഒരു പ്രശ്നമില്ല ആളുകൾക്ക്. നമ്മൾ ജീവിച്ചു പോകണ്ടല്ലോ. നമുക്ക് അങ്ങനെ അള്ളാന്റെ അദാബൊന്നും വരുന്നില്ലല്ലോ. ഉസ്താദ് വാങ്ങാൻ ശരിക്കാണെങ്കിൽ പെട്ടെന്ന് വരണ്ടേല്ലേ? അള്ളാന്റെ റഹ്മത്തോണ്ട് അങ്ങനെ മുന്നോട്ട് കാണാൻ തരാൻ കഴിയില്ലാഞ്ഞിട്ടൊന്നുമല്ല.
പടച്ച റബ്ബിന്റെ റഹ്മത്തോടെ അങ്ങനെ ജീവിച്ചു വർഷാവർഷം ഇഷ്ടം പോലെ കണക്ക് നോക്കിയിട്ട് അവിടെ നിന്നുള്ള പലിശയും മുഴുവനും വാങ്ങിയിട്ട് അതാ പിന്നെ റിലീഫിനും കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാനും കല്യാണത്തിന് സഹായിക്കാനും രോഗികൾക്ക് ചികിത്സ കൊടുക്കാനും മുഴുവനും അതാ സ്വീകരിക്കും അല്ലാഹു തആല. ആ ബോഡി തന്നെ സഹോദരങ്ങളെ നരകത്തിലേക്ക് പോകാനുള്ള ബോഡിയാ. ഒരൊറ്റ പിടി ഭക്ഷണം ചോദിക്കാൻ മറന്നുപോയി വിശപ്പ് കൊണ്ട് അങ്ങനെ കഴിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവനും ഛർദിച്ചിട്ട് ഒരൊറ്റ ധാന്യം പോലും എന്റെ ഉള്ളിൽ ബാക്കിയുണ്ടാകാൻ പാടില്ല. ഇനി അത് പുറത്ത് വരണമെങ്കിൽ എന്റെ റൂഹ് പോകണമെന്നാണോ? റൂഹ് പോയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. എന്നാലും ഒരു ഹറാമിന്റെ തരി എന്റെ ഉള്ളിൽ ബാക്കി ഉണ്ടാകാൻ പാടില്ല. പഴയ കാലത്ത് വാപ്പാരൊക്കെ മക്കളോട് പറഞ്ഞു, ഇപ്പത്തെ വാപ്പാര് പറയുമെന്ന് എനിക്കറിയില്ല. മക്കളെ, നിങ്ങളെ പോറ്റിയത്, ഞങ്ങളോടൊക്കെ നമ്മളെ വാപ്പ പറഞ്ഞു, നിങ്ങളെ പോറ്റിയത് ഒരു നയാ പൈസ, ഒരു ചെറിയ ഒരു 5 പൈസ പോലും, 5 പൈസക്ക് മൂല്യമുള്ള കാലാണ്. ഹറാമിൻ്റെതില്ല, അവിഹിതമായതില്ല, പൊരുത്തപ്പെട്ട ധനത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങളെ സംരക്ഷിച്ചതും നിങ്ങൾക്ക് ഭക്ഷണം തന്നതും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖശീതു അയ്യംബുത ശൈഉൻ മിൻ ജസദി മിൻ ഹാദിഹിൽ ലുഖ്മാ. ഈ ഒരൊറ്റ പിടി ഭക്ഷണത്തിൽ നിന്ന് എന്റെ ശരീരത്തിന്റെ ഞായറാഴ്ച എന്നാണ്, മറ്റന്നാളല്ലേ? നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ സ്വലാത്ത് വാർഷികത്തിന്റെ സദസ്സാണ്. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ വരും. അല്ലാഹു തആല അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ സയ്യിദ് അവർകൾ വരുന്ന മജ്‌ലിസിലേക്ക് ദുആ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സഹോദരിമാരുടെ ഭാഗത്തേക്ക് കവർ കൊടുത്തയക്കുന്നുണ്ട്. എല്ലാവരും ആ കവർ വാങ്ങി നല്ല സംഭാവനകൾ നൽകി ഉദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കണം. ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എണ്ണിപ്പറഞ്ഞ് ദ്വാർക്കുന്ന നല്ല ഭക്തിയുള്ള ദുആഇന്റെ മജ്‌ലിസാണ്. തങ്ങൾ ഉപ്പാപ്പന്റെ ദുആക്ക് അങ്ങനെയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും ഉലമാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവര് വരുന്ന മജ്‌ലിസാണെന്ന് പ്രത്യേകം കരുതി നല്ല സംഭാവനകൾ അതിലിട്ട് കൊടുത്തയക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ആ ഒരൊറ്റ പിടി ഭക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നീര് വികസിച്ചിട്ട് എന്റെ ശരീരം വളരുന്നത് ഞാൻ പേടിച്ചുപോയി. അപ്പൊ സഹോദര, നമ്മൾ കുടിച്ചത് കൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മയക്ക് വസ്തു, ഒരു ചെറിയ പാക്കറ്റ് ആകട്ടെ, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു പാക്കറ്റ്, അതൊരു പാൻ പരാക്കാണെങ്കിലും ശരി, സാധാരണ വിൽപ്പന നടത്തുന്ന ഒരു സാധനമല്ലേ അത്. ഒരു ചെറിയ മയക്ക് വസ്തു ആണെങ്കിലും പോയി നമ്മുടെ ശരീരത്തിന്റെ ഒരു രക്തത്തിന്റെ വളർച്ചക്ക്, ബോഡിന്റെ ചെറിയൊരു വളർച്ചക്ക് ഇത് കാരണമായെങ്കിൽ നമ്മുടെ ശരീരം പോകാൻ കടപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗഫാണിത്. എത്ര വലിയ തഖ്വയിൽ ജീവിച്ച മഹാനാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ മുഴുവനും അങ്ങനെയല്ലേ മഹാനവർകളുടെ ജീവിതം. ഒരിക്കൽ പോലും അവിടുത്തെ നാവ് കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സത്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ജാഹിലിയ്യ കാലഘട്ടത്തിലും ഉള്ള സൽപ്പേരാണത്. ജാഹിലിയ്യ കാലഘട്ടത്തിലും സിദ്ദീഖ് റളിയല്ലാഹുവിന് അതേപോലത്തൊരു സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ ജബൽ ഹിറായിൽ നിന്ന് ഇഖ്റ ബിസ്മിയുടെ സന്ദേശവുമായി വീട്ടിലേക്ക് വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേക രൂപസാദൃശ്യം കണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേക തരം രൂപം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരത്തിൽ വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ പുതപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ,
പേടിക്കണ്ട നബിയേ, അല്ലാഹു തങ്ങളെ കയ്യൊഴിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖരിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കുന്ന ആളാണ്. ഏതെങ്കിലും ആളുകൾ പരിചയമുള്ളവരോ ഇല്ലാത്തവരോ അതിഥികളായി വന്നാൽ നല്ല സൽക്കാരം കൊടുക്കുന്ന ആളാണ്. ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ നബിയെ, തങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇതേ വിശേഷണം ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അന്നത്തെ മക്കയിലെ കാരണവരായ ഇബ്നു ദുഗ്ന പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇബ്നു ദുഗ്ന എപ്പോഴാണത് പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേൾക്കുന്നത് ഓരോ ദിവസവും കാണാതെ പഠിച്ച് ഫർള് നിസ്കാരത്തിന്റെ മുമ്പ് ഇസ്ലാമിൽ നിയമമാക്കിയ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ വളരെ നേരത്തെ വന്ന നിസ്കാരമാണ് രാത്രിയിലെ നിസ്കാരം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഫർള് നിസ്കാരം നിയമമാക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കാരം നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. പുതപ്പ് മൂടി പുതച്ചിറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പും പുതച്ച് കിടക്കുന്ന നബിയേ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, കുറഞ്ഞ ഭാഗം രാത്രി ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കണം നബിയേ. എത്രയാണ് നിസ്കരിക്കേണ്ടത്? നിസ്ഫഹു, രാത്രിന്റെ പകുതി തങ്ങൾ നിസ്കരിക്കണം. അവിൻഖുസ് മിൻഹു, അല്ലെങ്കിൽ പകുതിയിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ട് മൂന്നിലൊരു ഭാഗം നിസ്കരിക്കണം. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോ വറത്തിലിൽ ഖുർആന തർത്തീലാ, സാവകാശം സുന്ദരമായി ഖുർആൻ ഓതണം നബിയേ. ആ നിസ്കാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിച്ചത് മുതൽക്ക് തന്നെ വീട്ടിൽ ചെന്ന് രാത്രി സിദ്ദീഖ് തങ്ങൾ നിസ്കരിക്കും. നട്ടപ്പാതിര നേരത്തെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഓത്ത് കേട്ടാൽ വല്ലാത്ത ഒരു സന്തോഷമുള്ള, ആരെയും പിടിച്ചിരുത്തുന്ന ഒരു ശൈലിയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഓത്ത്. നട്ടപ്പാതിര നേരത്ത് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്ന ഓത്ത് കേട്ടിട്ട് പരിസരത്തുള്ള വീടുകളിലെ സഹോദരിമാര് മുഴുവനും വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സിദ്ദീഖ് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് തപസ്സിരിക്കാൻ തുടങ്ങി. ഈ വന്നിരിക്കുന്ന സഹോദരിമാരൊന്നും മുത്തുനബി തങ്ങൾ വിശ്വസിച്ചവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ആളുകളാ. പക്ഷെ ഖുർആനിന്റെ വശ്യ മനോഹാരിത അതാണ്. ഖുർആനിന്റെ ഓത്തിന് ഒരു വശീകരണമുണ്ട്, ആശയങ്ങൾക്ക് വശീകരണമുണ്ടെന്നതിൽ തർക്കമില്ല ലോകത്ത്. ഖുർആൻ ഇപ്പോഴും ജനങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന, അന്ധമില്ലാത്ത ആളുകളെ ശരിക്ക് ബോധം കൊടുത്ത് വളർത്തുന്ന അള്ളാഹുവിന്റെ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ഇപ്പോഴും പുതിയ പാഠങ്ങൾ വേണോ? ഖുർആനിലുണ്ട്. പുതിയ വിസ്മയങ്ങൾ അറിയണോ? ഖുർആനിലുണ്ട്. എല്ലാ വിഷയങ്ങളും ഖുർആനിലുണ്ട്. അർത്ഥങ്ങളുടെ തലങ്ങൾ നോക്കിയാലൊന്ന് വേറെ. പാരായണത്തിന്റെ ഓത്തിന്റെ രസം കേട്ടിട്ട് ഉറങ്ങുന്ന സഹോദരിമാരെ എഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വശ്യത എത്രയാണ്? സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പാട്ടിലൊന്നല്ല ആനന്ദമുള്ളത്. ഏതെങ്കിലും അർദ്ധരത്നകളായ പെൺകുട്ടികൾ വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വലിയ DJ സെറ്റ് സംവിധാനം ചെയ്തിട്ട് മുട്ടും കൊട്ടും കൊരവയുണ്ടാക്കിയിട്ട് ഇപ്പുറത്തൊരു ആൺകുട്ടിയും അപ്പുറത്തൊരു പെൺകുട്ടിയും ഒരു പാതി വസ്ത്രം പുറത്തേക്ക് കീറിപ്പറിച്ച് കളഞ്ഞിട്ട് തുള്ളിയിട്ട് പാട്ട് പാടുന്ന, അതിലൊന്നല്ല ആനന്ദം. അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു കോപ്പ് കൂട്ടുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. ഏറ്റവും വലിയ ആനന്ദം ഖുർആനിന്റെ ഓത്തിന്റെ മുന്നിലാ. എത്ര കാലമായി സഹോദരങ്ങളെ ഹറമിലെ ഇമാമിന്റെ ഓത്ത് കേട്ടിട്ട് എപ്പോഴും എടുത്തിട്ടുണ്ടോ? എന്തൊരു സൗന്ദര്യം ആ ഓത്തിന്. മക്കാ പള്ളിയിലെയും മദീന പള്ളിയിലെയും ആ രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് രാജ്യങ്ങൾക്കും അല്ലാഹു കാവൽ നൽകട്ടെ. ആ രണ്ട് പവിത്രധന്യമായ രാജ്യങ്ങളിലെയും ഇമാമുകൾ ഓതുന്ന ഓത്തിന് ലക്ഷക്കണക്കിന് ആളുകളല്ലേ തേങ്ങിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധ റമളാനിലെ 27-ാം രാവിലെ ആമീൻ പറയുന്നത്. ആ ഓത്ത് കേൾക്കാൻ വേണ്ടി ലക്ഷങ്ങളല്ലേ ഒരുമിച്ച് കൂടുന്നത് അവിടെ.
ആസ്വാദനത്തിന് ഒരു കുറവില്ല. ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ ആനന്ദം അത് ഖുർആനിന്റെ ഓത്താണ്. അത്ര മനോഹരമുള്ള ഒന്ന് ലോകത്ത് പറയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോലും ഓതി കേൾക്കാൻ ആഗ്രഹിച്ച ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. വേറൊരാളെ നിർത്തിയിട്ട് തങ്ങൾ ഓദിപ്പിച്ചു, നിങ്ങൾ ഓതു, ഞാനൊന്ന് ഓത്ത് കേൾക്കട്ടെ. മറ്റൊരാളെ ഓത്ത് കേൾക്കുന്നത് എനിക്ക് ആനന്ദമാണെന്ന് പറഞ്ഞു തങ്ങൾ. ഇഷ്ടം പോലെ ഖുർആൻ ഓതിയിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര നേരത്ത് ഖുർആൻ ഓതുമ്പോ രാവിലെ എണീറ്റ് നോക്കുമ്പോ പല ആളുകളുടെയും പരിസരത്ത് ഭാര്യമാരെ കാണുന്നില്ല, അപ്പുറത്തെ റൂമിൽ പെൺകുട്ടികളെ കാണുന്നില്ല, സഹോദരിമാരെ കാണുന്നില്ല, വല്യമ്മമാരെ കാണുന്നില്ല. നോക്കുമ്പോ എല്ലാവരും സിദ്ദീഖ് തങ്ങളെ മുറ്റത്താണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. വീടിന്റെ മുറ്റത്തിരിക്കാണ്, ഓത്ത് കേട്ടിട്ടിരിക്കാണ്. സിദ്ദീഖ് തങ്ങൾ അവരെ വിളിച്ച് വരുത്തിയതല്ല, എല്ലാവരും രാത്രി എണീറ്റ് വരണമെന്ന് പറഞ്ഞതുമല്ല. ഓത്ത് കേട്ടിട്ട് സ്വമേധയായി എണീറ്റ് പോയി. അപ്പൊ ആ കുടുംബക്കാരൊക്കെ യോഗം ചേർന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഈ രാത്രി നിസ്കാരം നിർത്തണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ പെണ്ണുങ്ങളോട് പരിൽക്കാൻ പറയും, ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിലല്ലേ നിസ്കരിക്കുന്നത്, നിങ്ങൾ ആരും പൊരഞ്ഞ മുറ്റത്തല്ലല്ലോ. ആരും പൊരഞ്ഞ മുറ്റത്താണോ? ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ സ്വതന്ത്രമായി നിസ്കരിക്കാണ്. അതിന് അവര് ഇറങ്ങി വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? അവരോട് വരണ്ടാന്ന് പറയണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്ക്, അവരോട് വരണ്ട. പക്ഷെ സ്ത്രീകൾ നിൽക്കുന്നുണ്ടോ? ഖുർആൻ വിശദീകരിക്കുന്ന ഓരോ സംഭവങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്തവരാരാ? രണ്ടാമത്തെ രാത്രി അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ വന്നു. പിന്നെ ഉറക്കം ഒഴിവാക്കിയിട്ടല്ലേ വരുന്നത് നട്ടപ്പാതിര നേരത്ത്. ഈ ഓത്ത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോ അവരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം, ഒന്നുകിൽ നിസ്കാരം നിർത്തണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരവും ഓത്തും എനിക്ക് നിർത്താൻ കഴിയൂല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പോയി തരാം. അങ്ങനെ മഹാനവർകൾ യാത്രക്ക് ഒരുങ്ങി, ഹിജ്റ പോകാൻ ഒരുങ്ങി, ഹബശയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങി. വാഹനം റെഡിയാക്കി, ഭാണ്ഡങ്ങളൊക്കെ എടുത്തു വെച്ച് വാഹനത്തിൽ യാത്ര പുറപ്പെട്ട് കുറച്ചങ്ങ് നീങ്ങുമ്പോ അന്നത്തെ ആ നാട്ടിലെ പ്രദേശത്തെ കാരണവരായ ഇബ്നു ദുഗ്ന മറ്റൊരു വഴിക്ക് വരുന്നു. നിങ്ങൾ എവിടേക്കാണ് ഇതൊക്കെ കെട്ടി പുറപ്പെടുന്നത്? നിങ്ങളെ നാട്ടിലെ ആളുകളില്ലേ എന്റെ പരിസരത്ത് ജീവിക്കുന്ന സമൂഹം, അവരെന്നെ അവിടെ നിൽക്കാൻ അയക്കുന്നില്ല. എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ ഖുർആൻ ഓതിയിട്ട് പറ്റൂല എന്നാ പറഞ്ഞത്, നിസ്കരിച്ചിട്ട് പറ്റൂല എന്നാ പറഞ്ഞത്. ഞാൻ ഓതുന്നത് കേട്ടിട്ട് അവരെ വീട്ടിലെ സഹോദരിമാര് ഇറങ്ങി വന്നതൊരു പരാതിയായി കണ്ടു. അതുകൊണ്ട് ഞാൻ ഓതാൻ പറ്റുന്ന നാട്ടിലേക്ക് പോവുകയാണ്. ഇബ്നു ദുഗ്ന പറഞ്ഞു, മിസ്ലുക ലാ യുഖ്റജൂ, നിങ്ങളെപ്പോലത്തെ ആളുകൾ നാട് വിട്ടു പോകാൻ പാടില്ല. നിങ്ങൾ പോയാൽ പിന്നെ ഈ നാട്ടിന്റെ ഐശ്വര്യം കുറഞ്ഞു പോയി. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖ്രിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖീ. നേരത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ അതേ വരികൾ ഇബ്നു ദുഗ്നയും പറയുന്നു. നിങ്ങൾ സൽ സ്വഭാവമുള്ള ആളാണ്, പണ്ട് കാലം മുതൽക്ക് കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ്, പാവപ്പെട്ട ആളുകൾ വന്നാൽ എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കുന്ന ആളാണ്, ഒന്നിനും കഴിയാത്ത ആളുകളെ ദത്തെടുത്തിട്ട് അവർക്ക് ജീവിതം കൊടുക്കുന്ന ആളാണ്. സത്യത്തിന്റെ എതിർചേരിയിൽ എന്ത് തന്നെ വന്നാലും അത് തരണം ചെയ്ത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിവുള്ള ആളാണ്. നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു, നിങ്ങൾ തിരിച്ചു പോകണം. യാത്ര നിർത്തിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയില്ലേന്ന് കരുതിയിട്ട് അവരൊക്കെ സന്തോഷിച്ചു. അന്ന് രാത്രി പിന്നെയോ അതാ പെണ്ണുങ്ങളെ അടുത്ത് കാണുന്നില്ല, സഹോദരിയെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല. അപ്പൊ എല്ലാവരും കൂടി എണീറ്റ് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പോയല്ലോ, പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ അവിടെ എണീറ്റ് പോയത്. അവര് പോയി നോക്കുമ്പോ വീണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. സുബഹിന്റെ ശേഷം അവർ ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയതല്ലേ?
പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു ദുഗ്ന എനിക്ക് അഭയം തന്നു, അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പൊ ഈ മനുഷ്യന്മാരെല്ലാവരും കൂടി ഇബ്നു ദുഗ്നന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളൊരൊറ്റ കാരണം കൊണ്ടാണ് മൂപ്പര് തിരിച്ചു വന്നത്. ഇപ്പൊ തന്നെ മൂപ്പരെ പറഞ്ഞേക്കണം, നിങ്ങൾ കൊടുത്ത അഭയം തിരിച്ചു വാങ്ങണം. നിങ്ങളെ കേരളത്തിൽ ജീവിക്കാൻ പാടില്ല, ഞങ്ങൾ അഭയം കൊടുത്തു എന്താ തിരിച്ചു വന്നത്? ഞങ്ങളെ പെണ്ണുങ്ങളും ഞങ്ങളെ മക്കളും കുടുംബവും ഒക്കെ രാത്രി എണീറ്റ് ആ വീട്ടിന്റെ മുറ്റത്ത് പോയിരിക്കുകയാണ്. ഇബ്നു ദുഗ്ന ഇവരൊക്കെ വന്ന് പറഞ്ഞപ്പോ പേടിച്ചിട്ട് ഇബ്നു ദുഗ്ന പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ തന്ന അഭയം തിരിച്ചു തരണം, ആളുകൾ എന്നെ ശല്യം ചെയ്യുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോകൂല, നിങ്ങൾ തന്ന അഭയം നിങ്ങൾ തിരിച്ചെടുത്തോളൂ. അള്ളാഹുവിന്റെ കാവലിന്റെ സംരക്ഷണത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നു. എനിക്ക് ആരും കാവല് വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഖുർആനോദും ചെയ്യും, നിസ്കരിക്കും ചെയ്യും. അത് കേട്ട് ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഉൾക്കൊള്ളും, സ്വീകരിക്കുന്ന ആൾക്കാർ സ്വീകരിക്കും. ഇത്രയേ ഉള്ളൂ. വേറെ ആരും പേടിച്ചു പോകുന്ന പ്രശ്നമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറച്ചു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നാവിനെ ഒരിക്കലും സത്യമല്ലാത്ത ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സത്യം അംഗീകരിക്കുന്നതിന് അങ്ങേ അറ്റം നമ്മൾ മാതൃകയാക്കേണ്ട വലിയൊരു മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് നിങ്ങൾ നോക്ക്, ജനങ്ങൾക്ക് സംശയത്തിന്റെ കൂമ്പാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു ആലിമ് പറഞ്ഞ അപ്പൊ അപ്പുറത്തുള്ള ആളുകൾ ചോദിക്കാണ്, അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞത് അങ്ങനെ ശരിയാണോ? അത്രയും കണ്ട് ശരിയാണോ? ഒരു വലിയ ആലിമ് പറയാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു, ശരിയായ നിലക്ക് തെളിവൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞാലും ആളുകൾക്ക് സംശയം, സന്ദേഹം. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നോക്ക്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് സഹോദരങ്ങളെ തിരിച്ച് മക്കയിലെത്തിയപ്പോ രാവിലെ നേരം വെളുത്തപ്പോ അബൂജഹലിനെ കണ്ടു. എല്ലാ ദിവസവും അബൂജഹൽ ചോദിക്കും, എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ, പുതിയ വിശേഷമുണ്ടോ എന്ന് ചോദിക്കും. അന്നും ചോദിച്ചെന്ന് പുതിയ വല്ല വർത്തമാനങ്ങളുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്. ഇന്നലെ രാത്രി നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്ന സമയത്ത് ഈ മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ ബുറാഖിൽ യാത്ര ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അംബിയാഇനെ കണ്ടു, അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അതിനുശേഷം 7 ആകാശങ്ങളിലേക്ക് ഞാൻ സന്ദർശനം നടത്തി. സ്വർഗവും നരകവും അർശും കുർസിയും ലോഹും ഖലമും എല്ലാം കണ്ട് അല്ലാഹുവിനെയും സന്ദർശിച്ചു, അല്ലാഹുവിനെയും കണ്ടു. ഞാൻ തിരിച്ചു നേരം വെളുക്കുന്നതിന്റെ മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ വന്നെത്തിപ്പോയി. അബൂജഹൽ പറഞ്ഞു, ഇത് വല്ലാത്ത ഒരു സംഗതിയാണ്. തന്റെ കൂടെയുള്ള ആളുകളോട് പോയിട്ട് പറഞ്ഞു, ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തുരുപ്പ് ചീട്ടാണ്. ഇത് വെച്ച് വിശ്വസിച്ച ആളുകളെ നമുക്ക് പിന്തിരിപ്പിക്കാം. വിശ്വസിച്ച ആളുകളെന്ന് 40 തികയൂല, കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ. അവരോട് പെട്ടെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാം. കാരണം നമ്മളൊരു വാഹനമെടുത്ത്, അതും നല്ല സ്പീഡിൽ പോകുന്ന ഒരു കുതിരപ്പുറത്ത് 1 മാസം എടുത്ത് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ്. ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു രാത്രിയിലെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയി തിരിച്ചു വന്നു. അതൊരു നിലക്കും ആരും സമ്മതിക്കൂല. അത് മാത്രമല്ല 7 ആകാശങ്ങളിലും ആരോഹണം നടത്തി. ലൗഹും കുർസിയും അർശും ഒക്കെ കണ്ട് അല്ലാഹു കാണിച്ചു കൊടുത്ത ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ കണ്ട് പടച്ച റബ്ബിനെയും കണ്ട് അല്ലാഹുവിനോട് സംവദിച്ച് അല്ലാഹു ധാരാളം ഇൽമുകൾ നൽകി തിരിച്ചു വന്നു എന്നല്ലേ പറയുന്നത്. ഇതൊരിക്കലും ജനങ്ങൾ വിശ്വസിക്കൂല. ആരെ കാണണം നമുക്ക് ആദ്യം? അവര് കൂടുള്ള ആളുകൾ പറഞ്ഞു, നമുക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാം. അവരല്ലേ ആദ്യം നബി തങ്ങളെ വിശ്വസിച്ചത്. അപ്പൊ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ മെമ്പർ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആദ്യം അവരെ കാണാം, അവരെ പിന്തിരിപ്പിക്കാം. എല്ലാവരും കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്തേ കാര്യം? നിങ്ങളെ സഹോദരൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് പൊറുക്കാമായിരുന്നു, അതിലപ്പുറം ഒരു വിഷയമാണ് ഇന്ന് പറഞ്ഞത്. ഇത് വിശ്വസിക്കാനും സ്വീകരിക്കാനും വളരെ പ്രയാസമുണ്ട്. എന്താ നിങ്ങളോട് പറഞ്ഞത്?
ഇന്നലെ രാത്രി നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന നേരത്ത് ഉമ്മു ഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നേരെ മസ്ജിദുൽ ഹറാമിൽ വന്ന് അവിടുന്ന് ബുറാഖിന്റെ മേലെ കയറിയിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടുന്ന് ഈ ആകാശങ്ങളിലേക്കും പോയി അള്ളാഹുവിനെ സന്ദർശിച്ച് തിരിച്ചു രാത്രി തീരുന്നതിന്റെ മുമ്പ് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാ പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ എന്റെ നേതാവ് പറഞ്ഞോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ നിങ്ങളോട്? അതേ പറഞ്ഞു. പിന്നെ വേറെ വല്ലതും പറഞ്ഞോ? പിന്നെയും കുറെ കാര്യങ്ങൾ അവർ എണ്ണി എണ്ണി പറഞ്ഞപ്പോ എന്നാൽ ആമന്തു ബിഹി വസദ്ദഖ്തു, ഞാനത് വിശ്വസിച്ച് അംഗീകരിച്ചു. നിങ്ങൾ എങ്ങനെ അത് വിശ്വസിക്കാം? നമ്മൾ ഇവിടുന്ന് ഷാമിലേക്ക്, ഷാമിലല്ലേ സഹോദരങ്ങളെ ബൈത്തുൽ മഖ്ദിസ് ഉള്ളത്, ഷാമിലേക്ക് പോകാൻ ഒരു മാസം എടുക്കാറില്ലേ? കച്ചവടത്തിന് നമ്മളൊക്കെ പോകുന്നതല്ലേ? ഒറ്റ രാത്രിയിൽ കുറഞ്ഞ നേരം കൊണ്ട് പോയി എന്ന് മാത്രമല്ല തിരിച്ചു വന്നു. ഷാമും മാത്രമല്ല, അതിലപ്പുറം ഏതെല്ലാം ലോകങ്ങളാ പോയി വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നതിന് ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണ് പേര് അബൂ ജഹൽ എന്ന് വന്നത്. എന്താ ബുദ്ധി കുറവ്? ഓ സഹോദര, ഇതിലും വലിയ കാര്യം വിശ്വസിക്കുന്ന ആളല്ലേ ഞാന്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിതങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന കാര്യം ഞാൻ കാണുന്നുണ്ടോ? ഇല്ല. ഓതിക്കൊടുക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. ജിബ്രീലിനെ കാണുന്നുണ്ടോ? കാണുന്നില്ല. എന്നിട്ട് ആ വഹി വിശ്വസിക്കുന്ന ആളല്ലേ ഞാന്. എന്നാൽ അതിനേക്കാൾ എളുപ്പമാണ് ഇത് വിശ്വസിക്കാൻ. ഇത് നബിതങ്ങളെ നേരെ പോയി കണ്ടുവന്നു എന്നല്ലേ പറഞ്ഞത്. ഇത് വിശ്വസിക്കാൻ എളുപ്പമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് വന്ന് കൊടുക്കുന്ന വഹി ഓരോ ദിവസവും ഓതിത്തരുന്ന വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല, എളുപ്പമാണ്. ഞാനത് വിശ്വസിച്ചു, അംഗീകരിച്ചു. പരാജയപ്പെട്ട് തിരിച്ചു പോന്നു. സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹു തആല പേര് നൽകി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് വിശ്വസിച്ചു, ഞാനത് അംഗീകരിച്ചു. എനിക്കതിൽ സംശയമേ ഇല്ല. സിദ്ദീഖ് തങ്ങളെ വിശ്വാസം പകർത്തണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ കാര്യത്തിനും സംശയിക്കരുത്. അതുകൊണ്ടാ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും ഒറ്റൊന്നും ഒഴിവാകാൻ പാടില്ല. മുഴുവൻ വിഷയങ്ങളും അതേ രൂപത്തിൽ വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ചില കാര്യങ്ങൾ പുറത്തായി പോയാൽ ഈമാനാകൂല. ചില ആളുകൾ പറയും ഒക്കെ വിശ്വസിക്കാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാം. പക്ഷെ ആ ഖബറിന്റെ അടുത്ത് വെച്ച് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം. മരിച്ച ആള് പിന്നെന്ത് കേൾക്കാനാ? മരിച്ച ആള് കേൾക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബ്രിഹി വതവല്ല അൻഹു അസ്ഹാബുഹു ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. ഒരടിമയെ ഖബറിലേക്ക് വെക്കപ്പെട്ട് കൂടുള്ള ആളുകളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത് പിരിഞ്ഞു പോരുമ്പോ ആ വരുന്ന ആൾക്കാരുടെ ചെരുപ്പിന്റെ ചെരുപ്പടി ശബ്ദം ഖബറിൽ കിടക്കുന്ന ആൾ കേൾക്കും. ആ കേൾക്കുന്ന ആൾക്ക് തൽക്കീൻ കേൾക്കാൻ മാത്രം കഴിയൂലാന്നാ, ഓതുന്ന മാത്രം കേൾക്കൂലാന്നാ, സലാം പറയുന്ന മാത്രം കേൾക്കൂലാന്നാ. ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമെങ്കിൽ കേൾക്കുന്നല്ലേ പഠിപ്പിച്ചത്? കേൾക്കും. അതിൽ യാതൊരു സന്ദേഹവുമില്ല. കേൾക്കുന്നത് കൊണ്ടല്ലേ ബദറിലെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട അബൂജഹലിനോടും കൂട്ടരോടും ഡയറക്റ്റ് ആയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സംഭാഷണം നടത്തിയത്. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട അബൂജഹലിനോടും കൂട്ടരോടും ചോദിച്ചു അല്ലാഹുവിന്റെ റസൂല്, ഹൽ വജത്തും മാ ബഅദ റബ്ബുക്കും ഹഖാ, നിങ്ങളോട് നിങ്ങളെ റബ്ബ് വാഗ്ദത്തം ചെയ്തിരുന്ന ശിക്ഷ അത് സത്യമായി നിങ്ങൾ അനുഭവിച്ചോ? വിശ്വസിക്കാത്തതിന്റെ പേരിൽ ശിക്ഷ വരുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അത് ദുനിയാവിലും നിങ്ങൾക്ക് കിട്ടിയ മരണത്തിന്റെ ശേഷവും കിട്ടിയില്ലേ? ആ ചോദ്യം കേട്ടിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഉമർ റളിയല്ലാഹു അൻഹു സംശയം ഉണ്ടായിട്ട് ചോദിച്ചതല്ല, പിൽക്കാലത്ത് ആർക്കും സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ചോദിച്ചതാണ്. അതുകല്ലിമു അജ്സാദൻ ലാ അർവാഹ ഫിഹാ, ആത്മാക്കളില്ലാത്ത ജഡശരീരം
ശരീരങ്ങളോടാണോ തങ്ങൾ സംസാരിക്കുന്നത്? റൂഹില്ലല്ലോ ആ ശരീരത്തില്. അവ കേൾക്കുമോ നബിയേ? അബൂജഹലും മുത്തുബയും ശൈബത്തും വലീദും അടങ്ങുന്ന ആ സമൂഹം തങ്ങൾ പറയുന്നത് കേൾക്കുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ അൻതും ബിഅസ്മഅ മിൻഹും, അവരത്ര നിങ്ങൾ കേൾക്കൂല. നിങ്ങളെക്കാൾ കേൾവിക്ക് അല്ലാഹു പവർ അവർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്നറിയോ? വൈറാന്നഹും ലാ യസ്തതിഊന അൻ യറുദ്ദൂ അലയ്യ ശൈആ, അവരിൽ ഒരാൾക്കും എന്നോട് മറുപടി പറയാനോ തിരിച്ചു പ്രതികരിക്കാനോ കഴിയൂല. ഈമാനുള്ള ആളുകളാണെങ്കിലോ അവര് പ്രതികരിക്കും, മറുപടിയും പറയും. മറുപടി പറയുന്നതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് സഹാബത്ത് ചോദിച്ചില്ലേ, അബൂബക്കർ ബിൽ ബാബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിച്ചു, ഇപ്പദാ ഖബറിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഖബർ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വന്നു, ലമ്മുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ പ്രിയപ്പെട്ട ആളെ, എന്റെ പ്രിയപ്പെട്ട ആളല്ലേ സിദ്ദീഖ് തങ്ങള്, എന്നിലേക്ക് ചേർത്തി വെക്കൂ. അങ്ങനെ ഒരിക്കലല്ല പലതവണ മറുപടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് മറുപടി പറയാനുള്ള കഴിവല്ല കൊടുക്കൂല. അവര് മറുപടി പറയാത്തോണ്ട് കേൾക്കൂല എന്ന് വിചാരിക്കരുത്, കേൾക്കും, കൃത്യമായി കേൾക്കും, മറുപടി പറയാൻ കഴിയൂല. അപ്പൊ ഖബറാളി കേൾക്കും, കേൾക്കുന്ന ആൾക്കെന്നെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാത്ത ആൾക്കൊന്നല്ല. തൽക്കീൻ ചൊല്ലി കൊടുക്കുന്നതിന് വലിയ ഫലമുണ്ട്. മോമിനീങ്ങൾ ഖബറിന്റെ അടുത്ത് നിന്നാൽ തന്നെ വലിയ ഫലമുണ്ട് എന്നല്ലേ സഹാബത്ത് പഠിപ്പിച്ചത്. അപ്പൊ സഹോദര, ഒന്നിനും സംശയം വേണ്ട, ഉറച്ച ഈമാനോടെ ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനല്ലേ. മഹാനവറുകളുടെ ഖൗഫ് എത്ര വലുതാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ സിദ്ദീഖ് തങ്ങളെ കാണാൻ പോയി നോക്കുമ്പോ നാവ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും സംസാരിക്കാതെ നാവ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഹാദാ ഔറദനിൽ മവാരിദ്, ഈ നാവില്ലയോ അപകടങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്ന സാധനം നാവാണ്. എത്ര വലിയ ഖൗഫിന്റെ ഒരു വർത്തമാനമാണ്. എന്തെങ്കിലും പിഴച്ച വർത്തമാനങ്ങൾ അവർ പറയുന്നുണ്ടോ? ഇല്ല. അത്രയും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിച്ച മഹാനാണ് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, വലിയ മഹത്വത്തോടെ ജീവിച്ച മഹാനല്ലേ. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാഥമികത്വം വഹിക്കുന്ന മഹാനാണ്. ആദ്യമായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന് സിദ്ദീഖ് തങ്ങളാണ്. നമ്മൾ ഓതുന്ന ഖുർആനില്ലേ, ആ ഖുർആനിനെ ഒറ്റ കോപ്പിയിലാക്കി ആദ്യമായി ഒരുമിച്ച് കൂട്ടിയത്, ജംഅ് ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സ്വന്തം ബാപ്പ ജീവിച്ചിരിക്കെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ ആദ്യമായി ഖലീഫയാകാൻ ഭാഗ്യം കിട്ടിയൊരു മഹാനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഖലീഫയാകുമ്പോ ബാപ്പ ഹയാത്തിലില്ല. ഉസ്മാൻ തങ്ങൾ ഖലീഫയാകുമ്പോ ബാപ്പ ഹയാത്തിലില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഖലീഫയാകുമ്പോ ബാപ്പ ഹയാത്തിലില്ല. സിദ്ദീഖ് തങ്ങൾ ഖലീഫയാകുമ്പോ അവിടുത്തെ ബാപ്പ ഹയാത്തിലുണ്ട്. മാത്രമല്ല, സംശയാസ്പദമായി എന്തെങ്കിലും ഒരു ഭക്ഷണം ഉള്ളിൽ പെട്ടിട്ട് ഛർദിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. അവരിൽ ആദ്യത്തെ മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ മാത്രമല്ല സിദ്ദീഖ് തങ്ങൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്, ആഖിറത്തിലും വലിയ സ്ഥാനം തന്നെയാണ്. ഒരിക്കൽ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി എന്നെ നിർത്തി. സ്വർഗം ഞാൻ ഇങ്ങനെ നോക്കിപ്പോയി.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ കാണാൻ പോയി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമല്ല, നിങ്ങൾ വരുന്നതിന്റെ കുറച്ചു മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വന്നിരുന്നു. എന്റെ കയ്യും പിടിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു സ്വർഗം കാണിച്ചു തന്നു. ഞാൻ ആ സ്വർഗം കണ്ട പ്രതീതിയിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ വദിത്തു അന്നീ കുന്തു മഅക ഹത്താ അൻദുറ ഇലൈഹി. ജിബ്രീല വന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യും പിടിച്ച് എനിക്കും സ്വർഗമൊന്ന് നോക്കി നിൽക്കാമായിരുന്നല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ടതില്ല. അമാ ഇന്നക യാ അബൂബക്കർ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ നിന്ന് നാളെ ആഖിറത്തിൽ ആദ്യം സ്വർഗ്ഗത്തിലെത്തുന്നത് നിങ്ങളാകുന്നു. നിങ്ങളല്ലേ എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗ്ഗത്തിലെത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞതാണ്, ഓ സഹോദരങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വാസരംഗത്തും കർമ്മരംഗത്തും എല്ലാ രംഗത്തും മുൻപന്തിയിൽ നിന്ന മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നടന്നിട്ട് ഖുർആൻ സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞില്ലേ, ഇദ്ഹുമാ ഫിൽ ഗാരി. രണ്ടുപേരും ഗുഹയിൽ ഒരുമിച്ച് നിന്നപ്പോ സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. രണ്ടിൽ ഒരാളായിട്ട് നിൽക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു. രണ്ടിൽ ഒരാളായിട്ട് എല്ലാവരും ഹിജ്റക്ക് സമ്മതം ചോദിച്ചപ്പോ എല്ലാവർക്കും നബി തങ്ങൾ ഓരോ ഘട്ടത്തിൽ സമ്മതം കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുമ്പ് പോയിട്ടുണ്ട് മദീനയിലേക്ക്. ഞാൻ പോകട്ടെ നബിയെ? സിദ്ദീഖ് തങ്ങളോട് നിങ്ങൾ പോകാനായിട്ടില്ല, നിങ്ങൾക്ക് പോകാനായിട്ടില്ല. ഞാൻ പറയും. പിന്നെയും ചോദിക്കും, അവരും ഇവരൊക്കെ പോയി, ഞാനും പോകട്ടെ ഹിജ്റ? നിങ്ങൾ പോകാനായിട്ടില്ല, നിങ്ങൾക്ക് സമയമാകുമ്പോ ഞാൻ പറയും. ഹിജ്റക്ക് സമയമായ സന്ദർഭം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും മുത്തുനബി തങ്ങളെ വീട്ടിലേക്കും പോകും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ഒരൊറ്റ ദിവസമില്ല. അല്ലാഹു തആല അവർക്കിടയിൽ നൽകിയ മഹബ്ബത്ത് അത് വിവരിച്ചാലും വർണ്ണിച്ചാലും തീരൂല. അല്ലാഹു തആല അവരോടുള്ള ഹുബ്ബ് നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പതിവിന് വിപരീതമായി അതിരാവിലെ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീട്ടിലുള്ള ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു, ഒന്നെന്തോ ഒരു പുതിയ വിശേഷമുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്തല്ലല്ലോ സാധാരണ വരല്, വേറൊരു സമയത്താണല്ലോ വരുന്നത്. വീട്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടോ ഹിജ്റ പോകാൻ അള്ളാഹു സമ്മതം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സന്തോഷത്തിന്റെ ഒരു കരച്ചിൽ ഞാൻ അന്നാണ് കണ്ടത്. വിഷമം കൊണ്ടുള്ള കരച്ചിലല്ല, സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. ചോദിക്കുന്നു, അസ്സുഹബത യാ റസൂലല്ലാഹ്, ഞാനും കൂടെ പോരട്ടെയോ നബിയേ? ഞാനും കൂടെ പോരട്ടെയോ? അതേ സിദ്ദീഖ് തങ്ങളെ, നിങ്ങളാണ് എന്റെ കൂടെ പോരേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ പോകാൻ തെരഞ്ഞെടുത്ത ഒരാൾ ആരാ സഹോദരങ്ങളെ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ലയോ? ആ സിദ്ദീഖ് തങ്ങൾ എല്ലാ സമയത്തും നബി തങ്ങളെ അനീസാണ്, നേരം പോക്കിനുള്ള കൂട്ടുകാരനാണ്. അതുകൊണ്ടല്ലേ ഇസ്രായിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടിൽ കാണാം, സിദ്റത്തുൽ മുൻതഹയിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ തങ്ങൾ ഒറ്റക്ക് പോകണം, ഇവിടം വരെ ഞങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് ആർക്കും പെർമിഷൻ ഇല്ല. ഈ സിദ്റത്തുൽ മുൻതഹ അത് മലക്കുകളുടെ ഒരു അതിർത്തിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആകെ അല്ലാഹു പെർമിഷൻ നൽകിയിരിക്കുന്നത് തങ്ങൾക്ക് മാത്രമാണ്. ജിബ്രീലായ എനിക്ക് പോലും പ്രവേശനമില്ല. എന്താ ജിബ്രീൽ, ഇവിടെ വെച്ച് നിങ്ങൾ വേർപിരിയുകയാണോ?
മസ്ജിദുൽ ഹറാമിൽ നിന്ന് തൊട്ടു തുടങ്ങിയ യാത്രയില് ഇത്രയും സമയം വരെ നിങ്ങൾ എന്റെ കൂടെയുണ്ട്. അഹുനാ യുഫാരിഖുൽ ഖലീലു അൽ ഖലീൽ, എന്റെ കൂട്ടുകാരനായ യാത്രയിൽ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഇവിടെ വെച്ച് വേർപിരിയുകയാണോ? പേടിക്കണ്ട നബിയെ, തങ്ങൾ ഒറ്റക്ക് മുന്നോട്ട് പോകണം. ഞാൻ തങ്ങളെ കൂടെ വന്നാൽ എനിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയില്ല. അവിടെയുള്ള നൂറ് സ്വീകരിക്കാൻ കഴിയാതെ ഞാൻ കത്തി കരിഞ്ഞു പോകും. എന്റെ ശരീരത്തിന് അത്ര പവറേ അല്ലാഹു തന്നിട്ടുള്ളൂ. എന്നെക്കാളും വലിയ പവറുള്ള ശരീരമാണ് തങ്ങൾക്ക് തന്നിരിക്കുന്നത്. തങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം. കുറച്ചങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒറ്റപ്പെട്ടു എന്നൊരു ഭീതി തോന്നലോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം കേൾക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, സിദ്ദീഖ് തങ്ങൾ ഇവിടെ എത്തിയോ? എന്റെ മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖ് തങ്ങൾ വന്നോ? ഒരു ശബ്ദം കേൾക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. തിരിച്ചു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങൾക്ക് അല്ലാഹു വലിയ സ്ഥാനം തന്നുപോയി. ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന് കരുതുമ്പോഴേക്ക് എനിക്കവിടെ അല്ലാഹു തആല മലക്കുകളുടെ ശബ്ദം നിങ്ങളെ ശബ്ദമായി അല്ലാഹു എനിക്ക് കേൾപ്പിച്ചു. നിങ്ങളെ ശബ്ദം ഞാൻ അവിടെ നിന്ന് കേട്ടപ്പോഴേക്ക് എന്റെ കൂട്ടുകാരനായ സിദ്ദീഖിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമായി. ആ ഏഴാന ആകാശത്തിന്റെ അപ്പുറത്ത് വെച്ചു അല്ലാഹു തആല മലക്കിന്റെ ശബ്ദത്തിലൂടെ കേൾപ്പിച്ച ശബ്ദം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമാണെങ്കിൽ എന്തൊരു ബഹുമാനമാണ് സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ ഹിജ്റക്ക് കൂടെ പോകാൻ അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്ത കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നബിയെ, 2 വാഹനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 2 വാഹനങ്ങളിലായി നമുക്ക് പോകാം. വാഹനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ആ വാഹനവുമായിട്ട് ഗാർതൗറിന്റെ ഭാഗത്തേക്ക് വരാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂലിപ്പണിക്കാരനായിട്ട് ഒരാളെ നിശ്ചയിച്ചു. പെട്ടെന്ന് നീ വരരുത്, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതാ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മക്കയിലെ ശത്രുക്കൾ മുഴുവനും തെരഞ്ഞു നടക്കുകയല്ലേ. ഗാർതൗറിന്റെ നേരെ മുകളിലെത്തിയപ്പോ അതാ ശത്രുക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് പറയുന്നുണ്ട്, താഴെ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കണോ? ഇതിന്റെ താഴെ ഉണ്ടാകുമോ? ആ ഗുഹയുടെ ഉള്ളിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുകളിലേക്ക് നോക്കൂ, ശത്രുക്കളുടെ കാല് കാണുന്നില്ലേ? ലൗ നളറ അഹദുഹും തഹത ഖദമൈഹി ലബസറനാ. അവരിൽ ഒരാൾ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ? ഇല്ല സിദ്ദീഖേ, കാണൂല. മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈനില്ലാഹു സാലിസുമാ. നിങ്ങളെ ധാരണ എന്താണ് അബൂബക്കർ തങ്ങളെ? നമ്മൾ 2 പേരാണ്. നമുക്ക് ഈ ഗുഹയിലേക്ക് വഴി കാണിച്ചു തന്നതും നമുക്ക് സംരക്ഷണം തന്നതും അല്ലാഹു അല്ലയോ? അല്ലാഹു അവർക്ക് അങ്ങനെ ഒരു കാഴ്ച കൊടുക്കൂല. ആ ഗുഹന്റെ ഉള്ളിലുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ എതിർത്തത് ഉമയ്യത്താണ്. ഉമയ്യത്ത് പറഞ്ഞില്ലേ, ഈ ഗുഹയുടെ മുഖത്തൊരു ചിലന്തി വല നോക്കൂ, 8 കാലി കൂട് കെട്ടിയിരിക്കുന്ന വല നോക്കൂ. ഈ വല കാണുമ്പോ ഈ വലക്ക് മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തെക്കാളും പഴക്കം തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ ഗുഹന്റെ ഉള്ളിൽ എങ്ങനെയാണ് ആളുണ്ടാകുക? ഇവരെ സംസാരം കേൾക്കാതിരിക്കാനാണ് മേടപ്പക്ഷികൾ അവിടെ ഇരുന്നിട്ട് കിന്നാരം പറഞ്ഞത്. അതുകൊണ്ടാണ് മേടപ്പക്ഷികൾക്ക് ഇന്നും 2 ഹറമിലും സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കുന്നത്. ظنُّ الحمام وظنُّ العنكبوت على خير البرية لم تنسج ولم تحمي وقاية الله أغنت عن مضاعفتي من الدروع وعن
ആലിം മിനൽ ലുതുമി. അള്ളാഹുവിന്റെ കാവല് എത്രമാത്രം വലുതാണ്. ചെറിയ പക്ഷികളെ കൊണ്ട് അള്ളാഹു വലിയ കാവൽ നൽകിയില്ലേ? മേടപ്രാക്കൾ അവിടെ വന്ന് മുട്ടയിട്ടിരിക്കുന്നത്, കിന്നാരം പറയുന്നത്, വലിയ ശത്രു സമൂഹത്തെ തിരിച്ചുവിടാൻ അള്ളാഹു ഹേതുവാക്കിയില്ലേ? എത്ര വലിയ കഴിവാണ് റബ്ബ് തആലക്ക്. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ കഴിവ് നൽകുന്ന, വലിയ കാവൽ നൽകുന്ന അല്ലാഹ്. എട്ടുകാലി വല വെച്ചിട്ടും മേടപ്രാക്കൾ കിന്നാരം പറഞ്ഞിട്ടും ലോകത്തിന്റെ നേതാക്കൾക്ക് കാവലൊരുക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആല അവരതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് യാത്ര ചെയ്യുമ്പോഴും എത്ര വലിയ കാവലാ കൊടുത്തത്. ചെറിയ കാവലല്ലല്ലോ. മദീനയിലെത്തുന്നത് വരെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് തങ്ങൾക്കും വലിയ കാവൽ കൊടുത്തു. സാനിയ സിനൈനി എന്നുള്ള പ്രയോഗം മാറിയിട്ടില്ല. ഇപ്പോഴും സഹോദരങ്ങളെ, രണ്ടിൽ രണ്ടാമത്തെ ആളായിട്ട് മുത്തുനബി തങ്ങൾ അടുത്തെത്തിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞു, എന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. പക്ഷേ മഹാനവർകൾ കുറഞ്ഞ കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ. അതുപോലെ 63ാമത്തെ വയസ്സായപ്പോ, നമ്മളിപ്പോഴുള്ള ജമാഅത്തുൽ ഉഖ്റ മാസത്തിലല്ലേ സിദ്ദീഖ് തങ്ങൾ വഫാത്തായത്? വഫാത്തായത് ഈ മാസത്തിലാണ്. ജമാഅത്തുൽ ഉഖ്റ 21-ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഉപ്പ വഫാത്തായതിനു ശേഷം ഉപ്പാന്റെ സ്വത്തൊന്നും അന്വേഷിച്ച് നടക്കണ്ട. എന്റെ സ്വത്ത് മുഴുവനും ബൈത്തുൽ മാലിലേക്ക് ഞാൻ കൊടുത്തുപോയി. ഞാൻ ഉപയോഗിക്കുന്ന ചില്ലറ വസ്തുക്കൾ ഇവിടെയുണ്ട്. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങളൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം. ആ വസ്തുക്കൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിലെത്തിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങളെ ശേഷമുള്ള ആളുകളെ നിങ്ങൾ വല്ലാതെ ക്ഷീണിപ്പിച്ചല്ലോ. നിങ്ങളെ പോലെ ജീവിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ലല്ലോ. ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരോട് ഏറ്റവും വലിയ കാരുണ്യം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ധൈര്യശാലി അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഈ ഉമ്മത്തിലെ എല്ലാ സ്ഥാനങ്ങൾക്കും രണ്ടാമതായി ഒരാളെ എണ്ണുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഖതീബ് ഖുത്ബയിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വരി കേട്ടിട്ടില്ലേ? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ദീഖ്. ഗണ്യതമായി പറഞ്ഞാൽ അംബിയായിന് ശേഷം മനുഷ്യകുലത്തിലെ ഏറ്റവും മഹത്വമുള്ള മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്ര മഹബത്തുള്ള ഒരാള് ഈ ഭൂമി ലോകത്ത് വേറെയില്ല സഹോദരങ്ങളെ. ആ ഹിജ്റ പോകുമ്പോ വാഹനത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാഹനം അവിടെ വിശ്രമിച്ചോട്ടെ, കുറച്ചു നേരം നമ്മളൊന്ന് നടന്നു നീങ്ങാം. നടന്നു നീങ്ങുന്ന നേരത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തള്ളവിരലിന് ചെറിയ ഒരു കല്ലിന്റെ ഒരു ചതവ് തട്ടിയിട്ട് ചെറിയൊരു പരിക്ക് പറ്റിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ നടക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിനെ സിദ്ദീഖ് തങ്ങൾ പിടിച്ച് തോളിലേക്ക് ഇട്ടു. ഒരു കുട്ടിയെ ഉമ്മ തോളിലേക്ക് വെക്കും പോലെ തോളിലേക്ക് ചേർത്ത് വെച്ചു. മലയുടെ മലഞ്ചെരുവിലൂടെ കയറിയിട്ട് വലിയൊരു പാറക്കല്ലിന്റെ ചുവട്ടിൽ കാണുന്ന ഒരു തണലിന് വേണ്ടി കുട്ടിയെ ഉമ്മ കടത്തും പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ താങ്ങി കടത്തുന്നു.
സിദ്ദീഖ് തങ്ങളെക്കാളും 2 വയസ്സ് പ്രായം അധികമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുപോയ ഒരൊറ്റ പോക്ക് മതിയില്ലേ സഹോദരങ്ങളെ? ഈ ദുനിയാവിലെ മൊത്തം സ്നേഹത്തിന്റെ ബഹുമതിയും വലുപ്പവും മനസ്സിലാകാൻ അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേറെയും ഒരുപാട് ബന്ധങ്ങൾ സിദ്ദീഖ് തങ്ങളോടുണ്ട്. കൂട്ടത്തിൽ ഒരു ബന്ധമാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെറുപ്പക്കാരിയായ ആയിഷ ബീവിയോട് എപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ആയിഷ ഒരിക്കലും നബി തങ്ങളോടുള്ള ബഹുമാനം അശേഷം കുറഞ്ഞുകൂടാ. വാക്കും പ്രവൃത്തിയും നന്നായി നിയന്ത്രിക്കണം. ഒരിക്കലും അവിടുത്തേക്ക് പൊരുത്തക്കേടാകുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നിന്നിൽ നിന്ന് സംഭവിച്ചേക്കരുത്. അങ്ങനെ സംഭവിച്ചു പോയാൽ ഞാനും നീയും തമ്മിലൊരു ബന്ധവുമില്ല. അത് പറയുക മാത്രല്ല, ഒരു ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വീട്ടിന്റെ മുറ്റത്തൂടെ ഇങ്ങനെ പോകുമ്പോ ഉമ്മമാരെ ശരിക്ക് ശ്രദ്ധിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സൗണ്ട് കുറച്ച് ഉയർന്ന സൗണ്ട് ആയിട്ട് ഉള്ളിൽ നിന്ന് കേട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തൂടെ പോകുമ്പോ അത്ര ഉച്ചത്തിൽ എന്റെ മകൾ സംസാരിക്കാൻ പാടുണ്ടോ? ആരോടാണ് എന്റെ മോൾ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ ജീവിതത്തിന്റെയും ആഖിറത്തിന്റെയും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ മകൾ ഇങ്ങനെ സംസാരിക്കുകയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു. കയ്യോങ്ങിയിട്ടാണ് സിദ്ദീഖ് തങ്ങൾ വരുന്നത് ആയിഷ ബീവിയെ ഒന്ന് അടിക്കാൻ. അത് കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ വാതിലിന്റെ അടുത്ത് വന്നു നിന്നു. ചോദിക്കുന്നു, എന്താ സിദ്ദീഖ് തങ്ങളെ വരുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, എന്റെ മകളെ ശബ്ദം കുറച്ച് ഉയർന്നു പോയോ? അത്ര ശബ്ദം എന്റെ മകൾ ഉയർത്താൻ പാടില്ലല്ലോ. തങ്ങളോട് സംസാരിക്കുമ്പോ ഇത്ര സൗണ്ട് എന്റെ മകൾ ഉയർത്താൻ പാടില്ലല്ലോ. ഇല്ല സിദ്ദീഖേ, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ. അത്ര ഉച്ചത്തിൽ പറഞ്ഞതല്ല, ഞാൻ കേൾക്കുന്ന പരുവത്തിലല്ലേ പറഞ്ഞത്. സാരമില്ലെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി വിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖ് തങ്ങൾ പോയപ്പോ ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ആയിഷ കൈഫ റഅയ്തിനി അൻഖൽതുകി മിനർ റജുലി. സിദ്ദീഖ് തങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയത് നീ കണ്ടില്ലേ? എങ്ങാനും ഞാൻ അവിടെ നിന്ന വഴിയൊന്ന് മാറിക്കൊടുത്തിരിക്കുകയാണെങ്കിൽ നിനക്ക് അടി ഉജൂബാണ്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയതാണ്. അങ്ങനെ ഈ ശബ്ദം പിന്നെ സംസാരിക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറൊരു സമയത്ത് ആ വീട്ടിലേക്ക് നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഇല്ല, അപ്പൊ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ മിതമായ രൂപത്തിലാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നേരത്തെ നിങ്ങളോട് ശബ്ദിച്ച് സംസാരിച്ചതുപോലെ ആയിഷ ബീവി പിന്നെ സംസാരിച്ചോ? ഇല്ല സിദ്ദീഖേ, അന്നൊരു കാര്യം പറയാൻ വേണ്ടി ശബ്ദം ഉയർത്തിപ്പോയതാണ്, പിന്നെങ്ങനെ സംസാരിച്ചിട്ടില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ സ്വന്തം മോളെ ദുനിയാവും ആഖിറവും രണ്ടും രക്ഷപ്പെടുത്തണം. ദുനിയാവ് മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ, ആഖിറവും രക്ഷപ്പെടണം. ഞാൻ തൃപ്തിപ്പെട്ട് സ്നേഹത്തോടെ ജീവിക്കുന്നത് പോലെ മുത്തുനബി തങ്ങളോട് എന്റെ മോളും തൃപ്തിയോടെ സ്നേഹത്തോടെ ജീവിക്കണം. അതിൽ അശേഷം കുറവ് വരാൻ പാടില്ല. ഇമാം ഗസാലി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത വേറൊരു സംഭവം കാണാം. ഇബ്നു അസാക്കിറും മറ്റു പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ചെറിയ സംസാരത്തിൽ ചെറിയ ഒരു അസ്വാരസ്യം ഉണ്ടായിട്ട് ഒരു ചെറിയ പൊരുത്തക്കേട് സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, ആരെയാണ് ഒരു മധ്യസ്ഥനായിട്ട് തൃപ്തിപ്പെടുന്നത്? വലിയൊരു നേതാവിനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു മധ്യസ്ഥന്റെ റോള് സംസാരിച്ചാൽ പ്രശ്നം തീരൂലേ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നാലോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട മനുഷ്യനാണ്.
തങ്ങൾ പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒന്നും പറയില്ല. എന്നാ വേണ്ട, നിങ്ങൾ ഉപ്പയെ കൊണ്ടുവന്നാലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നാലോ, ആയിഷ റളിയല്ലാഹു അൻഹ കുഴപ്പമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറയാനുള്ള വിഷയങ്ങളൊക്കെ ഉഖ്സുസി ആയിഷ ബീവിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല തങ്ങൾ തന്നെ പറഞ്ഞോളിന്നു. നബി തങ്ങളോട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ, ഞാൻ പറയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പറയുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ലോണം ശ്രദ്ധിച്ചു പറയണം, ശ്രദ്ധിച്ചു പറയണം, സൂക്ഷിച്ചു പറയണം എന്ന് പറഞ്ഞപ്പോഴേക്ക് സിദ്ദീഖ് തങ്ങൾക്ക് അത് പിടിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനോടോ ഇങ്ങനത്തെ ഒരു ഉപദേശം, കൈ ഉയർത്തിയിട്ട് ഒറ്റ അടിയങ്ങ് അടിച്ചുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി പറയാണ്, എന്ന ഒറ്റ അടി അടിച്ചു. അടിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, തഖൂലീന യാ ബിൻത ഫുലാന, ഇന്നാലിന്നവന്റെ പുത്രിയായ പെണ്ണേ, എന്റെ മകളെ എന്നും കൂടി വിളിച്ചില്ല, അബൂബക്കറിന്റെ മകളായ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ ഒരു സംസാരമോ? മിതമായി പറയണം, നേർക്ക് നേരെ പറയണം, ശരിയായത് പറയണം എന്നൊരു വാക്ക് നിങ്ങൾ പറയുകയോ? അല്ലാഹുവിന്റെ റസൂൽ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ, നേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ലോകത്ത് നേര് പറയുന്നത് ആരാണ്? മിതമായി പറയുന്നത് ആരാണ്? നീതിയോടെ പറയുന്നത് ആരാണ്? ഇനിമേലാൽ അങ്ങനത്തെ ഒരു സംസാരം, ഒരൊറ്റ വാക്ക് നിങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അടിയുടെ ഊക്കുകൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വസ്ത്രത്തിലേക്ക് ഉറ്റിപ്പോയി. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, താന്റെ റസൂലിന് സങ്കടം വന്നു കരഞ്ഞുപോയി. വേണ്ട സിദ്ദീഖ്, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇത് ഉദ്ദേശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രത്തിൽ നിന്ന് ആ രക്തത്തിന്റെ പാടുകൾ തുടച്ചു നീക്കിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈപിടിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇരുത്തി സിദ്ദീഖ് തങ്ങളോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, ഇനിയൊരു പ്രശ്നവും ഉണ്ടാകില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ മോളാണെങ്കിലും ശരി, തന്റെ ആരാണെങ്കിലും ശരി, ഒരു വാക്ക് പറ്റാത്തത് പറഞ്ഞാൽ, ഒരു പ്രവൃത്തി പറ്റാത്തത് ചെയ്താൽ അത് സഹിക്കാനൊക്കൂല. നമ്മളൊക്കെ കേട്ട ഹദീസില്ലേ, സ്വന്തം മക്കളെക്കാളും, സ്വന്തം ശരീരത്തെക്കാളും, സ്വന്തം മാതാപിതാക്കളെക്കാളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അഹബ്ബായി മാറുന്നത് വരെ നിങ്ങളാരും പൂർണ്ണ മുഅ്മിനാകൂല. അല്ലാഹു ആ മഹബ്ബത്ത് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വന്തം ഇച്ഛക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി പഠിപ്പിച്ച ഒരു സംസ്കാരവും പിച്ചി ചീന്തിക്കൂടാ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിൽ നിന്നൊരു വാക്ക് തൃപ്തിപ്പെടാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമകരമാകുന്ന ഒരു സംഗതിയും സിദ്ദീഖ് തങ്ങൾ ഇഷ്ടപ്പെടൂല. അത് സ്വന്തം മക്കളിൽ നിന്നാണെങ്കിലും, കുടുംബക്കാരിൽ നിന്നാണെങ്കിലും, ആരിൽ നിന്നാണെങ്കിലും, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധമാക്കിയൊരു നിർബന്ധം, മുത്തുനബി തങ്ങളെ ഹറാമായി പറഞ്ഞ ഒരു കാര്യം, സ്വന്തത്തിന് വേണ്ടിയോ, കുടുംബത്തിന് വേണ്ടിയോ, മക്കൾക്ക് വേണ്ടിയോ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് സാരമില്ലെന്ന് നമ്മൾ വെച്ചാൽ നമ്മൾ ഏത് ലിസ്റ്റിലാണെന്നൊന്ന് ആലോചിക്കണം. നമ്മൾ ഏത് ഭാഗത്തിലാണെന്നൊന്ന് ചിന്തിക്കണം. ഒരു ചെറിയ സൽക്കാരത്തിന് വേണ്ടി ഒരു ഹറാമിന്റെ മറ നീക്കിയാലോ, ഒരു കുടുംബ സംഗമത്തിന് വേണ്ടി മുത്തുനബി തങ്ങൾ ഹറാമാക്കിയ ദർശനം പരസ്പരം ഒന്ന് ഹലാലാക്കിയാലോ, അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് മഹബ്ബത്ത് ഉണ്ടാകുമോ? ഇല്ല സഹോദരങ്ങളെ. സ്വന്തം
സ്വന്തം മകൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ അതേ ബദർ യുദ്ധാനന്തരമാണ് ഇസ്ലാമിലേക്ക് വന്നത്. അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള മകൻ. ആ അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള മകൻ ബദറിൽ അബൂജഹലിന്റെ കൂടെയാണ്, മുശ്രിക്കുകളുടെ കൂടെയാണ്. ബദർ യുദ്ധാനന്തരം അബ്ദുറഹ്മാൻ എന്നവർ നബി തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ തന്നെ ഇസ്ലാമിൽ സജീവമായി മുന്നോട്ട് നീങ്ങുമ്പോ ഒരിക്കൽ മകൻ പറഞ്ഞു, വാപ്പാ ബദർ യുദ്ധത്തിന്റെ അന്ന് ഇടക്കിടക്ക് നിങ്ങളെ ഞാൻ കണ്ടിരുന്നു, പാപ്പല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നതാണ്. സിദ്ദീഖ് തങ്ങളെ മറുപടി എന്താണെന്നറിയോ? മോനെ, ആ ശത്രുക്കൾക്കിടയിൽ നിന്നെ ഞാൻ നല്ലോണം തെരഞ്ഞു നോക്കിയിരുന്നു, പക്ഷേ നിന്റെ എന്നെ കണ്ണിൽ പെട്ടില്ല. നീ എങ്ങാനും അന്ന് എന്റെ കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ ഭൂമി ലോകത്ത് നീ ബാക്കിയുണ്ടാകൂല. കാരണം എനിക്ക് വലുത് നീയല്ല, നിന്റെ ഉപ്പയല്ല, നിന്റെ ഉമ്മയല്ല, എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടല്ലേ വഫാത്തിന്റെ തൊട്ട് തലേന്ന് ജമാഅത്തുൽ ഉഖറ 20 തിങ്കളാഴ്ച ദിവസം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നില്ലേ? സിദ്ദീഖ് തങ്ങൾ മോളെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ ആയിഷ, ഇന്നേതാണ് ദിവസം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ചയാണ്. അതെ, തിങ്കളാഴ്ചയല്ലേ എന്റെ ഹബീബ് വഫാത്തായത്. ഇന്ന് തന്നെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ, എന്റെ നേതാവ് വഫാത്തായ ദിവസം തന്നെ എനിക്ക് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇമാം ബുഖാരി തങ്ങൾ തെളിവ് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ വലിയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്താകാൻ കൊതിച്ച തിങ്കളാഴ്ച മരിക്കുന്നതാണ് വെള്ളിയാഴ്ച മരിക്കുന്നതിനേക്കാളും മഹത്വമുള്ളതെന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ്. സിദ്ദീഖ് തങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നില്ലേ? അതൊരു സാധാ ആഗ്രഹമാകുമോ? പക്ഷേ ചൊവ്വാഴ്ചയാണ് മഹാനവർകൾ വഫാത്തായത്. പിറ്റേന്ന് ചൊവ്വാഴ്ചയാകുമ്പോ വഫാത്തായി പോയി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രവിശാലമാണ്. ബറക്കത്തിന് വേണ്ടി ഞാനൊരു അല്പം പറഞ്ഞതാണ്. ആ സിദ്ദീഖ് തങ്ങളെ പോലെ നല്ല തഖ്വയിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ, നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് തങ്ങൾ വഫാത്തായ മാസമായതുകൊണ്ട് ഒരൽപ്പം അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്ന് മാത്രം. ധാരാളം വിഷയങ്ങൾ ഇനിയും സിദ്ദീഖ് തങ്ങളെ പറ്റി പറയാനുണ്ട്. കിട്ടുന്ന തരങ്ങളിൽ നിന്നൊക്കെ വിവരം സ്വീകരിച്ച് നമ്മൾ അവരെ മാതൃകയാക്കി ജീവിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ട് അല്ലാഹുവിൽ നിന്ന് മാർക്ക് വാങ്ങിയ, സമ്മാനം വാങ്ങിയ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറ്റി ബറക്കത്തിനൊരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ മജ്‌ലിസ് പൊരുത്തപ്പെട്ട മജ്‌ലിസായി ഖബൂലാക്കി തരട്ടെ. കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരം ധരിച്ചിരുന്നല്ലോ. വലത്തെ കൈയിന് മോതിരം ധരിച്ചിരുന്നു. ചിറവിരൽ ധരിച്ച മോതിരത്തിന്റെ കല്ല് വെക്കുന്ന ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കല്ലിന്റെ മേലെയായിരുന്നു സീലുണ്ടായിരുന്നത്. ആ സീലിൽ കൊത്തിവെച്ചിരുന്നത് അല്ലാഹു എന്നായിരുന്നു. അതിന്റെ അടിയിൽ ആദ്യഘട്ടത്തിൽ ഒരു എഴുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ മുഹമ്മദ് എന്നൊരു എഴുത്ത് കൂടി കൊടുത്തിരുന്നു. ഈ വെച്ച എഴുത്തായിരുന്നു മഷിയിൽ മുക്കിയിട്ട് സീലാക്കി ഉപയോഗിച്ചിരുന്നത്. എഴുത്ത് അല്പം മാഞ്ഞു പോയപ്പോ മോതിരം എടുത്തിട്ട് സിദ്ദീഖ് തങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖേ, ഇതിന്റെ എഴുത്ത് തെളിയുന്നില്ല, അതുകൊണ്ട് മേൽഭാഗത്ത് അല്ലാഹു എന്നും താഴ്ഭാഗത്ത് മുഹമ്മദ് എന്നും ഒന്ന് എഴുതി വരണമെന്ന് പറഞ്ഞിരുന്നു. മേൽഭാഗത്ത് ചില റിപ്പോർട്ടിൽ കാണാം മേൽഭാഗത്തുള്ള അല്ലാഹു
അല്ലാഹു എന്നുള്ളത് ഒന്ന് വലുതാക്കി എഴുതി വരണം. അല്ലാഹു എന്നുള്ളത് മാത്രം എഴുതാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് കുറച്ച് വലുപ്പം കൂട്ടി എഴുതാനാണ്. ആ ഒരൊറ്റ ഇസ്മു മദി എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. സിദ്ദീഖ് തങ്ങൾ മോതിരം കൊണ്ടുപോയിട്ട് കൊല്ലപ്പണിക്കാരനോട് പറഞ്ഞു, എഴുത്തുകാരനോട് പറഞ്ഞു, 2 വരിയാക്കി എഴുതണം. മേലെ വരിയിൽ അല്ലാഹു എഴുതണം. അതിന്റെ നേരത്തായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന മഹത്തായ നാമവും എഴുതണം. അങ്ങനെ മോതിരത്തിൽ 2 വരിയാക്കി എഴുതിയിട്ട് മോതിരം പൊതിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നബി തങ്ങൾ മോതിരം നോക്കിയിട്ട് ചോദിച്ചു, സിദ്ദീഖ് മാ ഹാദിഹി സവായിദ്, കുറെ ഏറെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ് ഇത്ര തോനെ എഴുതിയത്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ എന്നോട് അല്ലാഹു എന്നുള്ള ജലാലത്തിന്റെ ഇസ്മല്ലേ എഴുതാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു എന്ന് പറയുന്നോടത്ത് തങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ. അർശിന്റെ മേലെ അല്ലാഹു എഴുതിന്റെ ഇപ്പുറത്ത് നേരെ മുഹമ്മദുർ റസൂലുള്ളാഹി എഴുതിയിട്ടുണ്ടല്ലോ. ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് തങ്ങളെ പേരല്ലേ പറയുന്നത്? നിസ്കാരത്തിൽ അല്ലാഹുവിന് അത്തഹിയാത്ത് പറഞ്ഞിട്ട് തങ്ങൾക്കൊരു സലാം പറയാത്തൊരു നിസ്കാരവും ഇല്ലല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു യോജിപ്പ് കാണുന്നുണ്ട്. മോതിരത്തിൽ മാത്രം അത് വിട്ടുപോകണ്ടെന്ന് കരുതിയിട്ട് അല്ലാഹു എന്നുള്ള വരി മേലെയും തായൊരു മുഹമ്മദ് എന്നുള്ള വരിയും എഴുതാൻ വേണ്ടി മഹബ്ബത്ത് കൊണ്ട് ഞാൻ പറഞ്ഞു, നബിയേ അതല്ല സിദ്ദീഖ്, ഇതിൽ 3-മത്തൊരു വരിയും കാണുന്നുണ്ടല്ലോ. അതെനിക്കറിയൂല നബിയെ, ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് 3-മത്തെ വരി എന്റെ വകയാണ്, അത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. എന്താണ് 3-മത്തെ വരി? അബൂബക്കറിൻ എന്നതാണ് 3-മത്തെ വരി. റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മും തങ്ങളെ പരിശുദ്ധമായ ഇസ്മും വേർപിരിയുന്നതിന് ഇത്രമാത്രം വലിയ വിഷമമുണ്ടെങ്കിൽ അവരോടൊപ്പം സിദ്ദീഖ് തങ്ങളെ പേരെഴുതാൻ അല്ലാഹു എനിക്ക് ഉത്തരവ് തന്നു നബിയേ. ഞാനതങ്ങ് എഴുതി വെച്ചുപോയി. അല്ലാഹുവിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിനെയും ചേർത്ത് മഹബത്തിലായി ജീവിച്ച് മഹാന്മാരോടൊപ്പം ആ മഹബത്തിന്റെ ശൃംഖലയിൽ പെടാൻ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹ് ഖബൂലാക്കി തരട്ടെ.